ഹയർ സെൽഫ് ആൻഡ് ലോവർ സെൽഫ്, റൈറ്റ്? എന്തുകൊണ്ടാണ് ചില മനുഷ്യർ എപ്പോഴും പ്രശ്നങ്ങളിൽ തന്നെ കിടക്കുന്നത്? എന്തുകൊണ്ട് ഇവരുടെ ജീവിതത്തിൽ അവർക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് ഇവർ പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു? എന്തുകൊണ്ട് ഇവർ രക്ഷപ്പെടുന്നില്ല? ഹാർഡ് വർക്ക് ചെയ്യാഞ്ഞിട്ടല്ല, അവർ പണിയെടുക്കാഞ്ഞിട്ടല്ല, അവര് എന്തൊക്കെ ചെയ്താലും ചിലര് രക്ഷപ്പെടുന്നില്ല. എന്തായിരിക്കും റീസൺ? എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചില ആളുകൾ ഈ ചാത്തന്റെ പിടിയിലേക്ക് അങ്ങ് അകപ്പെടും. ഈ ലോവർ സെൽഫിന്റെ പിടിയിലേക്ക് അകപ്പെടും. ലോവർ സെൽഫിന്റെ പിടിയിൽ അകപ്പെട്ട് കഴിയുമ്പോൾ ഇത് നമ്മളെ ഒരു 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 ചക്രത്തിന്റെ അകത്തേക്ക് കൊണ്ടുപോയി അങ്ങിടും. ഒരു ചക്രം. പിന്നെ ഇതിൽ കിടന്നായിരിക്കും നമ്മൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത് പൊട്ടിച്ച് പുറത്ത് വരിക എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ആ ഒരു സൈക്കിളിന്റെ അകത്തേക്ക്, ഈ ഒരു ചക്രയ്ക്കകത്തേക്ക് പോയി വീണ് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് പുറത്തു വരിക എന്ന് പറയുന്നത് ലോവർ സെൽഫിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഒരിക്കലും നടക്കില്ല. അപാരമായ ഒരു ഇന്നർ എനർജി യൂസ് ചെയ്തെങ്കിൽ മാത്രമേ ഈ ഒരു സൈക്കിളിൽ നിന്ന്, ഈ ഒരു ചക്രയിൽ നിന്ന്, ഈ ഒരു പിടിയിൽ നിന്ന്, ലോവർ സെൽഫിന്റെ ഈ ഒരു പിടിയിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് കടക്കാൻ കഴിയും. ഈ സൈക്കിളിനെ നമുക്ക് വിളിക്കാം ലോ എസ്റ്റീം വിഷിയസ് സൈക്കിൾ. വിഷിയസ് സൈക്കിൾ. വിഷിയസ് എന്താ? ദുഷിച്ച ആ ചക്രം. ലോ എസ്റ്റീം വിഷിയസ് സൈക്കിൾ. ചില ആളുകൾ ഈ ലോവർ സെൽഫിന്റെ ഈ ഈ ഒരു ലോ എസ്റ്റീം വിഷിയസ് സൈക്കിളിലാണ്. ആ ചക്രയിൽ പെട്ടുപോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ അതിൽ കിടന്ന് എത്ര ഹാർഡ് വർക്ക് ചെയ്താലും, എത്രയൊക്കെ നിങ്ങൾ അതിനെ പൊട്ടിച്ച് കടക്കാൻ ശ്രമിച്ചാലും, ചില ചില സമയങ്ങളിൽ നമുക്കതിനെ ഓവർകം ചെയ്യാൻ പറ്റില്ല. അതിനെ ഓവർകം ചെയ്യാൻ ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പൊ അതിനു മുന്നേ, എന്താണ് ഈ വിഷിയസ് സൈക്കിൾ? എന്താണ് ഈ ദുഷിച്ച ചക്രം? എന്തുകൊണ്ട് ഇതിങ്ങനെ ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നു? ആ ചക്രത്തിൽ നടക്കുന്നത് എന്ത് എന്ന് ആദ്യം ഒന്ന് പഠിക്കാം. എന്നിട്ട് വേണം, അത് പഠിച്ചാൽ മാത്രമേ അതിനെ എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റൂ എന്ന് നമുക്ക് മനസ്സിലാവും. എന്തെങ്കിലും ചില ഇൻസിഡൻസ് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, എന്തെങ്കിലും ചില കാര്യങ്ങൾ നമ്മളെ വേദനിപ്പിക്കുന്നതുണ്ടാവുമ്പോൾ, നമ്മുടെ ഉള്ളിലെ ചാത്തൻ, നമ്മുടെ ലോവർ സെൽഫ് പിടിമുറുക്കാൻ തുടങ്ങും. ഇവന് കൂടുതൽ എനർജി നമ്മൾ തന്നെ കൊടുക്കാൻ തുടങ്ങും. നമ്മൾ ആ പ്രശ്നത്തെ, ഇപ്പൊ ഇതൊരു പ്രോബ്ലം ആണ്, ഈ പ്രോബ്ലത്തെ നമുക്ക് 3 രീതിയിൽ കാണാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലത്തെ 3 രീതിയിൽ കാണാൻ പറ്റും. ഒന്ന്, ഈ പ്രോബ്ലത്തെ വലുതാക്കി കാണാം, അങ്ങ് പർവ്വതീകരിക്കാം. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ വലിച്ചു നീട്ടി അങ്ങ് വലിയൊരു പ്രശ്നമാക്കി നമുക്ക് വേണമെങ്കിൽ അതിനെ കാണാം. ചില സാഹചര്യങ്ങളിൽ ചിലർ ചെയ്യുന്നത് പ്രശ്നങ്ങളെ കണ്ടില്ലെന്ന് നടിക്കും. ഓക്കെ, അവര് നെഗ്ലക്റ്റ് ചെയ്യും. ഈ 2 രീതികളും, പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്ന ഈ 2 രീതികളും യഥാർത്ഥത്തിൽ തെറ്റാണ്. ഒരു പ്രോബ്ലം ഉണ്ടായാൽ അതിനെ വലുതാക്കിയും കാണരുത്, ചെറുതാക്കിയും കാണരുത്. അതിനെ എക്സാഗറേറ്റ് ചെയ്യരുത്, അല്ലെങ്കിൽ നെഗ്ലക്റ്റ് ചെയ്യരുത്. ഇത് രണ്ടും ചെയ്യിക്കുന്നത് നമ്മുടെ ഉള്ളിലെ ചാത്തനാണ്. ആ 4 ശബ്ദത്തിൽ നമ്മുടെ അടുത്ത് വരും, വന്നിട്ട് പറയാ, ഇത് അയ്യോ ഭയങ്കര പ്രശ്നമായത്. ഇനി അങ്ങനെ പറഞ്ഞാൽ നമ്മൾ മോട്ടിവേറ്റഡ് ആകുമെന്ന് നമ്മുടെ ഉള്ളിലെ ചാത്തൻ അറിയാമെങ്കിൽ എന്ത് ചെയ്യും? ഒരു കാര്യമില്ലെന്ന്, അത് നമുക്ക് വരുമ്പോൾ കാണാം, ഇപ്പൊ നീ അങ്ങോട്ട് പോ എന്ന് പറഞ്ഞ് നമ്മൾക്ക് കോൺഫിഡൻസ് തരുന്നതും ചാത്തനായിരിക്കും. അപ്പം എങ്ങനെയാണ് ഒരു പ്രശ്നത്തെ ഡീൽ ചെയ്യേണ്ടത്? ലുക്ക് അറ്റ് ദ പ്രോബ്ലം ആസ് ഇറ്റ് ഈസ്. പ്രശ്നത്തെ വലുതാക്കിയും കാണരുത്, ചെറുതാക്കിയും കാണരുത്. എന്താണ് പ്രശ്നം? അതിനെ ആ പ്രശ്നമായിട്ട് തന്നെ കാണണം.
അതിൻ്റെ അകത്തേക്ക് ഇമോഷൻസ് നമ്മൾ വലിച്ചു കയറ്റുമ്പോൾ അത് വലുതായോ ചെറുതായോ നമ്മൾ കാണും. അങ്ങനെ ഒരിക്കൽ നമ്മളുടെ ഉള്ളിൽ ഈ ലോവർ സെൽഫിന് പിടികൊടുത്ത് കഴിയുമ്പോൾ എന്നും ഇതിനുള്ള പോസിബിലിറ്റി ഉണ്ട് കേട്ടോ, എപ്പോഴും ഇതിനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഏത് നിമിഷവും നിങ്ങൾ എത്ര വലിയ എനർജറ്റിക് ആയിട്ട് ആക്ഷൻ ഓറിയന്റഡ് ആയിട്ട് നിന്നാലും, എത്ര സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്ന ആളാണെങ്കിലും ഏത് സമയവും ഇതിന്റെ പിടിയിലേക്ക് വീഴാൻ സാധ്യതയുണ്ട്. അങ്ങനെ ലോവർ സെൽഫിന്റെ പിടിയിലേക്ക് വീഴുന്ന സമയത്ത് ഈ ചക്രം ഓടാൻ തുടങ്ങും. അത് ആദ്യം നമ്മളിൽ കൊണ്ട് തരുന്നത് ഒരു ലോ സെൽഫ് എസ്റ്റീം ആയിരിക്കും. ലോ സെൽഫ് എസ്റ്റീം, നമുക്ക് ഒരു എന്തോ നമുക്കൊന്നും ചെയ്യാൻ തോന്നുന്നില്ല, എന്നെ ഒന്നിനും കൊള്ളില്ല എന്നൊരു ചിന്ത, അല്ലെങ്കിലും എൻ്റെ കാര്യം ഇങ്ങനെയാ, ഞാൻ എപ്പോഴും ഇങ്ങനെയാ, അല്ലേലും എനിക്കറിയായിരുന്നു. അങ്ങനെ നമുക്ക് തന്നെ നമ്മളുടെ ആ പ്രതിച്ഛായ നഷ്ടപ്പെടുന്നു, നമുക്ക് തന്നെ ആ ആത്മാഭിമാനം നഷ്ടപ്പെടുന്നു. നമ്മൾ പലയിടത്തും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നു, കോംപ്രമൈസ് ചെയ്യുന്നു. എനിക്ക് ഇത്രയൊക്കെ പറ്റത്തുള്ളൂ എന്ന ലിമിറ്റേഷൻസിലേക്ക് നമ്മളുടെ ചിന്തകളെ എത്തിക്കുന്നു. അങ്ങനെ നമ്മളൊരു ലോ സെൽഫ് എസ്റ്റീമിലേക്ക് എത്തുന്നു. ഇവിടെ തുടങ്ങുകയാണ് ഈ ചക്രത്തിന്റെ പ്രവർത്തികൾ. ആ ചക്രം ഉരുണ്ടു തുടങ്ങും. ഉരുണ്ടു തുടങ്ങിക്കഴിയുമ്പോൾ ഈ ലോ സെൽഫ് എസ്റ്റീമിലേക്ക് പോയി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നമ്മൾക്ക് ഇത് ഇമ്പാക്റ്റ് ഉണ്ടാകുന്നത് നമ്മളുടെ എല്ലാ ഡിസിപ്ലിനെയും ഇത് ബാധിക്കും. പിന്നെ ഒരച്ചടക്കവും ഉണ്ടാവത്തില്ല നമ്മൾക്ക്. നമ്മൾ കുളിക്കത്തില്ല, നമ്മൾ കഴിക്കത്തില്ല, നമ്മൾ ഉറങ്ങത്തില്ല, നമ്മൾ അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് എന്തൊക്കെയോ വെപ്രാളത്തിൽ നമ്മുടെ ജീവിതം മുന്നോട്ടേക്ക് പോകും. അങ്ങനെ നമ്മളുടെ ചിട്ടകളെല്ലാം തെറ്റാൻ തുടങ്ങും. അനുഭവം ഉണ്ടല്ലോ അല്ലേ? നമ്മുടെ എല്ലാ ദിനചര്യകളും തെറ്റാൻ തുടങ്ങും. അങ്ങനെ ഒരു സെൽഫ് ഡിസിപ്ലിൻ ഇല്ലാതെ ബാഡ് ഹൈജീനിക്കോടുകൂടി നമ്മൾ ജീവിക്കാൻ തുടങ്ങും. വി ട്രീറ്റ് അവർ സെൽഫ് ബാഡ്ലി. നമ്മൾ നമ്മളെ തന്നെ ബാഡായിട്ട് ട്രീറ്റ് ചെയ്യാൻ തുടങ്ങും. ഇതാണ് സ്റ്റേജ് 2. ഡിസിപ്ലിൻ നഷ്ടപ്പെടുന്നു, ട്രീറ്റിംഗ് അവർ സെൽഫ് ബാഡ്ലി. അവിടെ നിന്ന് വീണ്ടും അപ്പം നമ്മൾ ഒന്നും കറക്റ്റായിട്ട് ചെയ്യുന്നില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, എൻ്റെ ചിന്തകൾ കറക്റ്റ് ആവുന്നില്ല. ഇത് ഇമ്മീഡിയറ്റ്ലി എൻ്റെ തോട്ടിനെ ബാധിക്കും. ആ തോട്ടിൽ നിന്ന്, ഇവിടെ വെച്ചാണ് ആ തോട്ട് വരുന്നത്, ഈ തോട്ടിൽ നിന്ന് എൻ്റെ ഫീലിംഗ് ആയിട്ട് മാറും. ഐ ഫീൽ ബാഡ്. ഒരു സുഖമില്ല, ഒരു സന്തോഷമില്ല, മനസ്സിനൊരു സമാധാനമില്ല എന്നൊരു തോന്നൽ. സോ ഡിസിപ്ലിൻ നഷ്ടപ്പെട്ടാൽ അടുത്തത് എന്താണ്? യു ഫീൽ ബാഡ് അബൌട്ട് യുവർ സെൽഫ്. ഒരു സുഖമില്ല, ഒരു സന്തോഷമില്ല, എനിക്ക് എന്നെ കൊണ്ട് പറ്റുന്നില്ല, ഒരു മൂഡില്ല, ഭയങ്കര ടെൻഷൻ, ഭയങ്കര ഡൗൺ ആയിപ്പോയി ഞാൻ എന്നൊക്കെയുള്ള തോന്നൽ. അപ്പൊ ഇത് എവിടാ തുടങ്ങിയ? ഒരു ലോവർ സെൽഫ് നിന്ന് പ്രവർത്തിച്ച സമയത്ത് ഒരു ലോ സെൽഫ് എസ്റ്റീം ഉണ്ടായി. അത് നമ്മളുടെ ഡിസിപ്ലിനെ ബാധിച്ചു. ആ ഡിസിപ്ലിനിൽ നിന്ന് നമുക്ക് ബാഡ് ഫീലിങ്സുകൾ ഉണ്ടാക്കി തുടങ്ങി. ഇതിൽ നിന്ന് എന്നെ ഒന്നിനും കൊള്ളില്ല എന്നുള്ള ഒരു ബാഡ് ഫീലിംഗ്, അതായത് യു ഫീൽ വർത്ത്ലെസ്, ഒന്നിനും കൊള്ളില്ല എന്ന തോന്നൽ. യു ഫീൽ വർത്ത്ലെസ്, എന്നെ കൊണ്ടൊന്നിനും പറ്റില്ല, എനിക്ക് കഴിവൊന്നുമില്ല, ഞാൻ തകർന്നുപോയി, ഞാൻ തോറ്റുപോയി, ഇനി ഒരു തിരിച്ചുവരവ് എനിക്കില്ല എന്ന ഒരു, എന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല എന്ന ഒരു ഫീലിലേക്ക് നമ്മൾ എത്തും. യു ഫീൽ വർത്ത്ലെസ്. വീണ്ടും ഈ സൈക്കിൾ ഉരുളും. വീണ്ടും നമ്മുടെ ലോ സെൽഫ് എസ്റ്റീം താഴേക്ക് പോയിക്കൊണ്ടേയിരിക്കും. സെൽഫ് എസ്റ്റീം ഡ്രോപ്സ് ഈവൻ ലോവർ. വീണ്ടും ഇത് താഴേക്ക് പോയിക്കൊണ്ടേയിരിക്കും. അവിടെ നിന്ന് വീണ്ടും നമ്മുടെ ലോവർ സെൽഫ് കളി തുടങ്ങും. അതിൽ നിന്ന് വീണ്ടും നമ്മൾ അച്ചടക്കം ഇല്ലാത്തവരാകും. അതിൽ നിന്ന് വീണ്ടും നമുക്ക് ആ ബാഡ് ഫീലിങ്സിലേക്ക് പോകും. അതിൽ നിന്ന് വീണ്ടും ഞാൻ വെർത്ത്ലെസ് ആണ്, എന്നെ കൊണ്ട് പറ്റില്ലെന്ന് തോന്നും. അതിൽ നിന്ന് വീണ്ടും ഡീപ്പായിട്ട് ലോവർ സെൽഫിലേക്ക് പോകും, ലോ സെൽഫ് എസ്റ്റീമിലേക്ക് പോകും. ആത്മാഭിമാനം പണയം വെക്കും, പ്രതിച്ഛായ നഷ്ടപ്പെടും, കോൺഫിഡൻസ് നഷ്ടപ്പെടും. അത് വീണ്ടും ലോവർ സെൽഫിന് ശക്തി കൂട്ടും. അതിൽ നിന്ന് വീണ്ടും ഡിസിപ്ലിൻ ഇല്ലാതാകും. അതിൽ നിന്ന് വീണ്ടും എന്നെ കൊണ്ട് പറ്റില്ല എന്ന് തോന്നൽ, ഞാൻ ഒരു
തോൽവിയാണ് എന്ന തോന്നൽ, അതിൽ നിന്ന് വീണ്ടും 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 ഈ ചക്രയിൽ കിടന്ന് കളിക്കുന്നു. ഇതാണ് ചാത്തന്റെ ദുഷിച്ച ആ ചക്രം. ലോ സെൽഫ് എസ്റ്റീം വിഷിയസ് സൈക്കിൾ. ലോ സെൽഫ് എസ്റ്റീം വിഷിയസ് സൈക്കിൾ. എന്തുകൊണ്ടാണ് ചില ആളുകൾ എപ്പോഴും നെഗറ്റീവ് അടിച്ചിരിക്കുന്നത്? ദിസ് ഈസ് ദ റീസൺ. നമ്മുടെ മുന്നിൽ വരുന്ന ചില എംപ്ലോയീസിനെ നമ്മൾ കാണാറുണ്ട് അല്ലേ? ശ്രദ്ധിച്ചാൽ മതി. ഇന്നു തൊട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്ന ഓരോരുത്തരെ നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. അവര് ഈ ദുഷിച്ച സൈക്കിളിൽ പെട്ടിരിക്കുന്നവരാണോ എന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്കറിയാൻ പറ്റും. അവർ സംസാരിച്ച് തുടങ്ങുമ്പോഴേ അറിയാൻ പറ്റും. മാർക്കറ്റ് മൊത്തം ഡൗൺ ആണെന്നേ, ബിസിനസ് ഒന്നും നടക്കുന്നില്ലെന്നേ. ഇവൻ പറയിപ്പിക്കുന്ന ഒരു ഡയലോഗ് ഉണ്ട്, എന്താണെന്നറിയോ? നിങ്ങളും പറയാറുണ്ട്, എങ്ങനെയുണ്ട് ബിസിനസ്? കുഴപ്പമില്ല. അത് ഇവന്റെ ഡയലോഗാ. എനിക്ക് മാത്രമല്ല, മൊത്തം ഇൻഡസ്ട്രി ഇങ്ങനെ ഇവന്റെ ഡയലോഗാ. അത് 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 നിങ്ങൾ പറയുന്ന പോലെ അല്ല, ഇവന്റെ ഡയലോഗാ. ഇനിയൊരു കാര്യമില്ല, പോയി കേരളം പോയി, കേരളത്തിലൊന്നും നടക്കത്തില്ല, ഇവന്റെ ഡയലോഗാ. ആരുടെ? ഇതിൽ പിടികൊടുത്ത, ഈ ചക്രയിൽ പെട്ടുപോയ, ഈ ദുഷിച്ച സൈക്കിളിൽ പെട്ടുപോയവരുടെ ഡയലോഗാണത്. നിങ്ങൾ ഇതിൽ ഭാഗമാകാതിരിക്കുക. ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് ഈ ലോ സെൽഫ് എസ്റ്റീം ഡെയിലി വരും. എവറി ഡേ, ഇൻ എവറി ഇൻസിഡന്റ് there is a possibility ഈ ലോ സെൽഫ് എസ്റ്റീം നമ്മളിലേക്ക് കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ ഇതിൽ കയറിയാലും മുജീവിക്ക, ചില ദിവസങ്ങളിൽ നമ്മൾ ഡിസിപ്ലിൻഡ് അല്ലാതായി പോകും, ശരിയല്ലേ? ചില ദിവസങ്ങളിൽ നമ്മൾ മടി പിടിച്ചു പോകും. പക്ഷെ നമ്മൾ എന്തുകൊണ്ട് രക്ഷപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് അന്നത്തെ ഒരു ദിവസം അല്ലെങ്കിൽ ആ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ആ ഒരു പീരീഡ് കഴിയുമ്പോഴത്തേക്കിന് ഇത് പൊട്ടിച്ച് പുറത്ത് കടക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സക്സസ്ഫുൾ ആവുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഇതിൽ കയറുന്നില്ല എന്നല്ല, നമ്മൾ ഇതിൽ കയറുന്നുണ്ട്. പക്ഷെ അത് ഡീപ്പിലേക്ക് പോകുന്നതിന് മുന്നേ എവിടെയോ വെച്ച് നമ്മൾ അത് പൊട്ടിച്ച് കിടക്കുന്നുണ്ട്. അത് ചിലപ്പോ എൻ്റെ ഒരു ക്ലാസ് ആയിരിക്കാം, നിങ്ങൾ വായിക്കുന്ന ഒരു ബുക്കായിരിക്കാം, യൂട്യൂബിൽ കാണുന്ന ഒരു വീഡിയോ ആയിരിക്കാം, നിങ്ങളെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു വ്യക്തിയെ കാണുന്നതായിരിക്കാം, നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന നല്ല ഒരു സംഭവമായിരിക്കാം. നിങ്ങളെ ഇതിൽ നിന്ന് ചാടിച്ച് പുറത്തു കൊണ്ടുവരും. അതിന് ഹയർ സെൽഫിനെ ഉണർത്തേണ്ടതുണ്ട്. അതിനാണ് 5 നേരം നിസ്കരിക്കാൻ പറയുന്നത്, ത്രിസന്ധ്യയ്ക്ക് വിളക്ക് കത്തിക്കാൻ പറയുന്നത്, പള്ളിയിൽ പോകണം, കുമ്പസരിക്കണം, അല്ലെങ്കിൽ പ്രാർത്ഥിക്കണം, മുട്ടിപ്പായി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുന്നത്. എല്ലാ ദിവസവും രാത്രിയിൽ മുട്ടിപ്പായി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്, 5 നേരം നിസ്കരിക്കണമെന്ന് പറയുന്നത്. അന്ന് വിവരമുള്ള, അറിവുള്ള, നോളജുള്ള ആളുകൾ അതിനൊരു രൂപം കൊടുത്തു, അതിനൊരു പേര് കൊടുത്തു. അതാണ് ദൈവം. ദൈവത്തെ അല്ല ശരിക്കും നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നിന്ന്, ഈ ദുഷിച്ച സൈക്കിളിൽ നിന്ന് നമ്മളെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ആ ഹയർ സെൽഫിനോട്, ആ ഹയർ എനർജി നമ്മളുടെ ഉള്ളിലേക്ക് ആവാഹിക്കുകയാണ് ചെയ്യുന്നത്. ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മളുടെ ഉള്ളിൽ ലോവർ സെൽഫിന്റെ കളി കുറയും. കാരണം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്താ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? നന്മയാണ് പ്രാർത്ഥിക്കുന്നത് അല്ലേ? നന്മയാണ് നമ്മൾ ചിന്തിക്കുന്നത് അല്ലേ? ആ സമയത്ത് നമ്മുടെ ഉള്ളിൽ ഹയർ സെൽഫ് ഉണരും. ആ സമയത്ത് there is a possibility of getting out of this cycle. Are you with me? ചില സമയത്ത് നമുക്കിത് ഒരു മെഡിറ്റേഷനിൽ കൂടിയാവാം, ചില സമയത്ത് നമ്മൾ ഒരു മന്ത്രം ജപിക്കുന്നതിൽ കൂടിയാകാം, ചില സമയത്ത് നല്ല ആളുകളുമായിട്ട് സമ്പർക്കം, പ്രോക്സിമിറ്റി, സഹകരിക്കുന്നത് കൊണ്ടാവാം, ചില സമയത്ത് നമ്മളൊരു മെന്ററുടെ അടുത്ത് പോയിരിക്കുന്നത് കൊണ്ടാവും, ചില സമയത്ത് നമ്മളൊരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നത് കൊണ്ടാവാം, ചില സമയത്ത് പുതിയൊരു കാര്യം പഠിക്കുന്നത് കൊണ്ടാവും, ചില സമയത്ത് പുതിയൊരു ആക്ഷൻ എടുക്കുന്നത് കൊണ്ടാവാം. എന്തുകൊണ്ടാണ് ഈ വെറുതെ ഇരിക്കുന്ന മനസ്സിൽ ചെകുത്താൻ കുടികൊള്ളും എന്ന് പറയുന്നത്? എന്താണ് ഈ ബിസിനസ്സുകാരന്റെ ഫാമിലിയിൽ ഉണ്ടാകുന്ന പ്രശ്നത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്, നമ്മൾ ബിസിനസ്സുകാർ സക്സസ്ഫുൾ ആയി കഴിയുമ്പോൾ മിക്കവാറും ഞാൻ ഉൾപ്പെടെ ഭാര്യമാരെ കംഫർട്ടബിൾ ആക്കാൻ വേണ്ടി, ശരിക്കും അവർ ജോലിക്ക് പോകുന്നതിലോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും ചെയ്യുന്നതിലോ നമുക്ക് ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല, നമുക്കറിയാം ഇവർ ഈ പോയി കിടന്ന് ഇപ്പൊ
മായ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ കാണുന്നത്, അവള് അപ്പം സ്കൂളിലെ ടീച്ചറാണ്, മാത്സ് ടീച്ചറാണ്. അപ്പൊ ഞാൻ കാണുന്നത് എസൻസ് സെൻട്രൽ സ്കൂൾ കായംകുളം. വൈകുന്നേരം 4 മണിക്ക് വരുന്നത് തന്നെ 2 കൈ നിറയെ ബുക്കുമായിട്ടാണ്, 2 കെട്ട് ബുക്കുമായിട്ടാണ് വരുന്നത്. വീട്ടിലിരുന്ന് ഹോംവർക്ക് നോക്കാനും മാർക്കിടാനും പേപ്പർ നോക്കാനും ആകെപ്പാടെ ബിസി. എന്നിട്ട് ഞാൻ നോക്കുമ്പോ എന്താണ്, 12,000, 15,000, 18,000 രൂപയാണ് ഒരു മാസം കിട്ടുന്നത്. അപ്പം ആസ് എ ബിസിനസ് ഓണർ എനിക്കറിയാം, ഈ 18,000 രൂപ എന്ന് പറയുന്നത് ഞാൻ ഒരു പ്രൊഡക്റ്റ് 1 മണിക്കൂർ വിറ്റാൽ എനിക്ക് കിട്ടുന്ന പൈസയാണ്, അല്ലെ നമുക്ക് കിട്ടുന്നത്, എനിക്കല്ല, നമുക്ക് കിട്ടുന്ന പൈസയാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഇവരെ കംഫർട്ടബിൾ ആക്കാൻ, അല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും നമ്മൾ പറയുന്നത്, "എടീ, അതിന് പോണോ?" അപ്പോൾ അവരും ആലോചിക്കും, ആ ശരിയാണല്ലോ. പക്ഷേ അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇവർക്ക് വേറെ പരിപാടി ഒന്നുമില്ല. പ്രത്യേകിച്ച് ഈ പ്രവാസികളായിട്ട് വരുന്ന സമയത്ത്, ഇപ്പം മായ രാവിലെ പപ്പുണ്ടി സ്കൂളിൽ പോകുന്നു, കുഞ്ഞൂട്ട സ്കൂളിൽ പോകുന്നു, ഞാൻ ഇറങ്ങി പോകുന്നു. ഇത് കഴിയുമ്പോഴത്തേന് ആ ഫ്ലാറ്റിന്റെ അകത്ത് ആണ് ജീവിതം. അവിടെ ഈ പറയുന്ന ഇതിന്റെ പിടിയിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇവർക്ക് പുറം ലോകവുമായിട്ട് ബന്ധമില്ല, ഇവർക്ക് മറ്റുള്ളവരുമായിട്ട് സഹകരണമില്ല. അഥവാ സഹകരിക്കുന്നുണ്ടെങ്കിൽ തന്നെ സ്കൂളിലെ ഒരു ഗ്രൂപ്പായിരിക്കും, അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ ഉള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ആയിരിക്കും. ഇതിലൊക്കെ കാണുന്നത് എന്താ? ഇപ്പൊ ഇന്നലെ ഒരു ദിവസം കേരളത്തിൽ എന്താ കണ്ടോണ്ടിരുന്നേ? നെയ്യാറ്റങ്കര ഗോപൻ സ്വാമി. ഹ, എന്തൊരു അന്തസ് അല്ലേ? വെറുതെ ആണോ എൻ്റെ തൊട്ടപ്പുറത്ത് കന്യാകുമാരിയിൽ ഇരുന്നുകൊണ്ട് സ്വാമി വിവേകാനന്ദൻ നമ്മളെ നോക്കി അങ്ങനെ പറഞ്ഞത്? ഒരു തെറ്റുമില്ല കേട്ടോ. കഴിഞ്ഞ ആഴ്ച ഞാനൊന്ന് പറഞ്ഞായിരുന്നു, മലയാളിക്ക് എന്താ കുറവെന്ന്. അതേ ഉള്ളെന്ന് ഇന്നലെ എനിക്ക് അങ്ങ് കുറ്റബോധം തോന്നി, അങ്ങനൊന്നും പറയണ്ടായിരുന്നു. ഇങ്ങനുള്ള വെറുതെ ഇരിക്കുന്ന മനസ്സുകളിൽ എന്ത് പ്രവർത്തിക്കും? ചാത്തന്റെ കളി കൂടുതലായിരിക്കും. അപ്പോ വളരെ സക്സസ്ഫുൾ ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ പല രീതിയിൽ ചാത്തൻ അവനെ പിടിമുറുക്കാൻ നോക്കുക, മുജീബിക്ക് പിടിക്കാൻ നോക്കുകയാണ്. പല രീതിയിൽ പല ശബ്ദത്തിൽ കൂടി നിങ്ങളുടെ അടുത്ത് വരുന്നു, പല ആളുകളുടെ രൂപത്തിൽ വരും, പക്ഷെ നിങ്ങൾ പിടികൊടുക്കുന്നില്ല. മുജീബിക്ക ഇത്തയിൽ പോയി അവൻ പിടിക്കും. മനസ്സിലായോ? എന്നിട്ട് പുള്ളിക്കാരിയുടെ രൂപത്തിൽ നിങ്ങൾ തിരിച്ചവിടെ ചെല്ലുമ്പോഴത്തേക്കിന് വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തുടങ്ങും. അതുകൊണ്ടാണ് ഞാൻ ബിസിനസ്സുകാരോട് എപ്പോഴും പറയുന്നത്, നിങ്ങൾ ബിസിനസ്സിന് ചുറ്റും ലൈഫ് ഉണ്ടാക്കുക അല്ല വേണ്ടത്, ലൈഫിന് ചുറ്റും ബിസിനസ് ഉണ്ടാക്കണം. ലൈഫ് ഷുഡ് ബി അറ്റ് ദ സെന്റർ. ലൈഫിന് ചുറ്റും ബിസിനസ് ഉണ്ടാക്കിയില്ലെങ്കിൽ നിങ്ങൾ ബിസിനസ് ഉണ്ടാക്കുമായിരിക്കും, പക്ഷെ ഫാമിലി നിങ്ങൾക്ക് നഷ്ടപ്പെടും. കാരണം ബിസിനസ് ഉണ്ടാക്കാനുള്ള ത്വരയിൽ യു വിൽ മിസ് സംതിങ്. ആ മിസ് ചെയ്യുന്ന സ്ഥലത്ത് ആര് കയറി കളിക്കും? ചാത്തൻ കളിക്കും. അവൻ ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ സന്തോഷം നശിപ്പിച്ചാൽ മതി, എവിടെങ്കിലും ഇട്ട് നിങ്ങളെ ഒന്ന് പൂട്ടിയാൽ മതി, അവൻ എവിടെ പിടിക്കും? വീട്ടിൽ പിടിക്കും. അതുകൊണ്ട് ചില ബിസിനസ്സുകാർക്ക് ഇവിടെ ഒരു തോന്നലുണ്ട്, എൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറിയിട്ട് വേണം ഫാമിലി ഒന്ന് സെറ്റാക്കി എടുക്കാൻ. നടക്കത്തില്ല കേട്ടോ. അപ്പോഴത്തേക്കിന് ഇവരെത്ര തവണ ഈ ചക്രയിൽ കിടക്കുന്നോ അത്രയും ഡീപ്പായിട്ട് ഇവർ പോവും. അവർ ഡിപ്രഷനിലേക്ക് പോവും, അവർ നെഗറ്റീവ് ആകും, പിന്നെ അവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. ഐ റിക്വസ്റ്റ് യു ഹാവ് ടു സ്പെൻഡ് ടൈം വിത്ത് യുവർ ഫാമിലി. എത്ര തിരക്ക് നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ ചാത്തന്റെ പിടിയിൽ ഇങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും മുജീബിക്കയുടെ ഒരൊറ്റ മെസ്സേജ് ചെന്നാൽ മതി. മുജീബിക്ക, ഡി വല്ലതും കഴിച്ചായിരുന്നോ? ഡി മക്കള് പോയായിരുന്നോ? എന്തെടുക്കുക നീ? ഒരു മെസ്സേജ് മതി. വിളിക്കാൻ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ ഒരു വോയിസ് മെസ്സേജ് അയക്കണം. കാരണം ഹയർ സെൽഫിൽ നിൽക്കുന്ന നമ്മളുടെ മെസ്സേജാണ് ആ ചെല്ലുന്നത്. അത് ആ ലോവർ സെൽഫിൽ നിൽക്കുന്ന ആളിനെ വീണ്ടും ഒരു തവണയും കൂടി ഈ സൈക്കിളിൽ കറങ്ങാതിരിക്കാൻ സഹായിക്കും. സോ യു ഹാവ് ടു കീപ് ഇൻ ടച്ച്. യു ഹാവ് ടു ഗിവ് ദം an assurance, a confidence that you are taking care of them. Are you with me? Yes. ഇല്ലെങ്കിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ ഭയങ്കര ഹയർ സെൽഫിൽ നിൽക്കുന്നു, ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ആള് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ ഈ നെഗറ്റീവ് അടിച്ചിരിക്കുകയാണെങ്കിൽ, ക്യാൻ യു എവർ ഫൈൻഡ് ഹാപ്പിനെസ് ഇൻ യുവർ ലൈഫ്? പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്? പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്? ആരിഫേ, ഒരു സമയം ഉണ്ടായിരുന്നു, തിരക്കാൻ സമയമില്ലാതെ നമ്മളൊക്കെ ഓടിയ ഒരു സ്ട്രഗ്ലിംഗ് സ്റ്റേജ് ഉണ്ടായിരുന്നു. ഇന്ന് അതല്ല നമുക്ക്.
അതുകൊണ്ട് അന്ന് ഉണ്ടാക്കി വെച്ച ചിട്ടയൊന്നും ഇനി ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. മനസ്സിലാവുന്നോ? അന്ന് സ്ട്രഗിളിങ് പീരീഡിൽ ഉണ്ടാക്കി വെച്ച ചിട്ട, അന്ന് ഞാൻ ഇത്ര മണിക്ക് വീട്ടിൽ ചെല്ലത്തോളൂ, ഇങ്ങനെ ഞാൻ ഫോൺ ചെയ്യത്തുള്ളൂ, അങ്ങനൊന്നും ഇനി ഒരു നിർബന്ധം വെച്ചുകൊണ്ടിരിക്കരുത്. അവരിതിൽ പോയി പെടാതിരിക്കുക എന്നുള്ളത് നമ്മളുടെ പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ നമ്മളുടെ ടീമിലെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന നമ്മളുടെ ഇന്റഗ്രേറ്റേഴ്സ്, നമ്മുടെ മാനേജേഴ്സ്, നമ്മുടെ ലീഡേഴ്സ്, അവന്മാർ ഇതിൽ പോയി വീഴുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. എന്തിനാണ് റെഗുലറായിട്ട് നമ്മളുടെ ടീമുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് പറയുന്നത്? അവൻ എവിടെങ്കിലും ഇതിന്റെ പിടിയിൽ പോകുന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അവിടെ കട്ട് ചെയ്യിപ്പിക്കണം. ഞാൻ കട്ട് ചെയ്യിക്കാറുണ്ട്. എൻ്റെ ടീം എപ്പോഴെങ്കിലും എൻ്റെ പിടിയിൽ നിന്ന് ഇതിന്റെ പിടിയിലേക്ക് പോകുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ, ആണോ അഖിലേ, ആ മൊമെന്റിൽ ഞാൻ ഇടപെടും. ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടില്ലായിരിക്കും, പക്ഷെ ആ മൊമെന്റിൽ ഞാൻ ഇടപെടും, തിരുത്തിക്കും. അതിന് വേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്യും. അത് ചിലപ്പോൾ ഒരു സാലറി ഹൈക്ക് ആയിരിക്കും, അത് ചിലപ്പോൾ അവർക്കൊരു ഫ്രീഡം കൊടുക്കുന്നതായിരിക്കും, അത് ചിലപ്പം അവർക്കൊരു പുതിയ ഒരു റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഒരു അതോറിറ്റി ഏൽപ്പിക്കുന്നതായിരിക്കും. വാട്ട് എവർ ഇറ്റ് മേ ബി. എന്താണ് അവന് വേണ്ടതെന്ന നൈസ് അനാലിസിസ് നടത്തുക. എന്തുകൊണ്ട് ഇവൻ ചാത്തന്റെ പിടിയിലേക്ക് പോകുന്നു എന്ന് നോക്കുക, അത് പരിഹരിക്കാൻ ശ്രമിക്കുക. അതല്ല, ഇനി അവൻ പൂർണ്ണമായിട്ട് ഈ ചാത്തന്റെ പിടിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളഞ്ഞേക്കുക. ആൻഡ് റീപ്ലേസ് ഹിം, ഷോ ഹിം ദ ഡോർ ഓപ്പൺ ചെയ്ത് കൊടുത്തേക്കുക. പ്ലീസ് ഗെറ്റ് ഔട്ട്. അല്ലാതെ എല്ലാവരെയും നന്നാക്കി എടുത്തുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. പക്ഷെ വീട്ടിൽ അത് പറ്റത്തില്ലല്ലോ. അല്ലയോ ശബരി? അങ്ങനല്ലേ? അവര് നമുക്ക് ഡോറ് കാണിച്ചു തരും, തുറന്നിട്ടിട്ടുണ്ട് പോക്കോ എന്ന് പറഞ്ഞാൽ തീർന്ന്. അതുകൊണ്ട് ഓഫീസിൽ നമുക്ക് ഡോറ് തുറന്നു കൊടുക്കാം, വീട്ടിൽ നമുക്ക് വേണ്ടി ഡോറ് തുറന്നു തരും. അതുകൊണ്ട് യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് യുവർ ലൈഫ്, ഇല്ലെങ്കിൽ ഇവൻ കയറി പിടിമുറുക്കും. അതുകൊണ്ട് ഇവിടെ കല്യാണം കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത്, ബി വെരി 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 സെലക്റ്റീവ് വിത്ത് യുവർ ലൈഫ്, വിത്ത് യുവർ പാർട്ട്ണർ. ഒരു സക്സസ്ഫുൾ മാരേജിന്റെ ഏറ്റവും വലിയ സീക്രട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെലക്ടിങ് ദ റൈറ്റ് പാർട്ട്ണർ എന്നുള്ളതാണ്. അവിടെ തെറ്റിപ്പോയാൽ എല്ലാം തീർന്നു. സോ ഈ പുറമോടിയൊന്നും കണ്ടുകൊണ്ട് പോയി ചാടിക്കേറി കൊടുക്കരുത്. ഓക്കെ? വിഷിയസ് സൈക്കിൾ കമ്മിങ് ബാക്ക്. ഞാൻ ഒരുപാട് നേരം അതിനെക്കുറിച്ച് തന്നെ പറയാതെ ഞാൻ മറ്റൊരു കാര്യങ്ങൾ എക്സാമ്പിളൊക്കെ വെച്ച് പറഞ്ഞത്, ഇതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ചിലരിലെങ്കിലും ഇത് ഡീപ്പായിട്ട് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. പ്ലീസ് പ്ലീസ് പ്ലീസ്, ഇവന് പിടികൊടുക്കരുത്. എപ്പോഴൊക്കെ ഇവന്റെ പിടിയിലേക്കായി എന്ന് നമുക്ക് തോന്നുന്നോ അപ്പോഴൊക്കെ നമ്മൾ ഓർത്തോണം, ഈ സൈക്കിളിൽ വീഴാനുള്ള സാധ്യതയുണ്ട് എന്ന്. ഡിസിപ്ലിൻ എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ഒരു ദിവസം പോലും എനിക്ക് വെളുപ്പാനെ എഴുന്നേക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഇറ്റ് ബിക്കം എ പാർട്ട് ഓഫ് മൈ ലൈഫ്. എനിക്കറിയാം, ഞാൻ എന്തെങ്കിലും ലേറ്റായിട്ട് എഴുന്നേക്കുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ലൈഫിലെ ഡിസിപ്ലിൻ ബ്രേക്കായി എന്ന് എനിക്കറിയാം. അന്ന് ചാത്തൻ നമ്മളിൽ പിടിമുറുക്കും. സോ വാട്ട് ഈസ് ലോവർ സെൽഫ്? ഇറ്റ് ഈസ് ആൻ ഇൻവിസിബിൾ പേഴ്സൺ. ഒരു അദൃശ്യനായ ഒരു മനുഷ്യ രൂപത്തെ പോലെ കണ്ടാൽ മതി ഈ ലോവർ സെൽഫിനെ. ഇവൻ ആ ഉള്ളിലിരുന്ന് നമ്മളോട് പറയാണ്, യു ആർ നോട്ട് ഗുഡ് ഇനഫ്, നിന്നെ കൊള്ളത്തില്ല, നിന്നെ കൊണ്ട് പറ്റത്തില്ല, വിട്ടേരളയ, എന്തിനാ വെറുതെ മെനക്കെടാൻ പോകുന്നത് എന്ന് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ അദൃശ്യ രൂപമാണ്, അദൃശ്യമായിട്ടുള്ള അനിമൽ ലൈക്ക് ക്രീച്ചറാണ് യുവർ ലോവർ സെൽഫ്. സോ ഇതൊക്കെ അറിയുമ്പോൾ ഇതിൽ നിന്ന് പുറത്ത് കടക്കണം എന്നുണ്ടെങ്കിൽ, ഈ വിഷയ സൈക്കിളിൽ പിടികൊടുക്കാതിരിക്കാൻ, ഇത് മറികടക്കാൻ, ഇതിൽ പിടികൊടുക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ലോവർ സെൽഫ് ഈസ് ഓൾവേസ് പവർഫുൾ ദാൻ യുവർ ഹയർ സെൽഫ്. സോ ഇതിനെ മറികടക്കണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ലേൺ ആൻഡ് നോ മോർ അബൌട്ട് ഹയർ സെൽഫ്. ഇതിനെ അറിഞ്ഞെങ്കിൽ മാത്രമേ, വാട്ട് ഈസ് ഹയർ സെൽഫ്, അത് അറിഞ്ഞെങ്കിൽ മാത്രമേ ലോവർ സെൽഫിന്റെ പിടിയിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് കടക്കാൻ പറ്റൂ. വാട്ട് ഈസ് ഹയർ സെൽഫ്? നമ്മൾ പറഞ്ഞു, നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന അദൃശ്യമായ ഒരു മൃഗതുല്യമായ, ഒരു വൃത്തികെട്ട മൃഗത്തിന്റെ രൂപമുള്ള, ഭ്രമയുഗം ഓർത്താൽ മതി, രൂപമുള്ള ഒരു വസ്തുവാണ് അല്ലെങ്കിൽ ഒരു മൃഗമാണ് നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന ലോവർ സെൽഫ്. സോ എന്താണ് ഹയർ സെൽഫ്? അതേ നമ്മുടെ ഉള്ളിലുള്ള ഒരു ചൈതന്യം.
ഇതിന് എന്ത് രൂപവും നിങ്ങൾക്ക് കൊടുക്കാം. ഇതിന് ചിലര് കൊടുത്തിരിക്കുന്ന രൂപം ജീസസിന്റെയാണ്, ചിലര് കൊടുത്തിരിക്കുന്ന രൂപം അള്ളാഹുവിൻ്റെയാണ്, ചിലര് കൊടുത്തിരിക്കുന്നത് എന്തെങ്കിലും ശിവനെന്നോ മഹാവിഷ്ണു എന്നോ ശ്രീകൃഷ്ണനെന്നോ ഗണപതി എന്നോ സരസ്വതി എന്നോ ലക്ഷ്മി എന്നോ എന്ന പല രൂപത്തിലാണ് മനുഷ്യൻ ഈ ഹയർ സെൽഫിനെ കുറിച്ചുള്ള സങ്കല്പം വെച്ചിരിക്കുന്നത്. ബട്ട് ദിസ് ഈസ് ആൻ എനർജി. ഇതും ഇൻവിസിബിൾ ആണ്. പക്ഷേ ചാത്തനും ഈ പറഞ്ഞ ദൈവവും തമ്മിലുള്ള വ്യത്യാസം, നമ്മൾ ഇതിനെ വിളിക്കുന്ന പേരാണ് ദൈവം. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായോ? ലോവർ സെൽഫിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ ഹയർ സെൽഫിലേക്ക് പറയാൻ തുടങ്ങിയപ്പോൾ തന്നെ ഇവിടെ ഒരു പ്രകാശം പരക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. എൻ്റെ വാക്കുകളിൽ തന്നെ ഒരു ബ്യൂട്ടി വരുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതാണ് ദൈവത്തിന്റെ ശക്തി, അതാണ് ഹയർ സെൽഫിന്റെ പവർ. കാരണം ഈ ലോവർ സെൽഫ് നമ്മുടെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് പറയുന്നത് നിന്നെ കൊള്ളില്ല, നിന്നെ കൊണ്ട് പറ്റില്ല എന്നാണ് എങ്കിൽ, ഹയർ സെൽഫ് നമ്മളുടെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് പറയുന്നത്, ഹയർ സെൽഫ് നമ്മളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത്, ഇറ്റ് ഈസ് റെഡി ടു ടാക്കിൾ എനിത്തിങ്. എന്ത് പ്രതിസന്ധിയും, എന്ത് ഓപ്പർച്യൂണിറ്റിയും, എന്ത് റിസ്കിനെയും എടുക്കാനായിട്ട് അവൻ തയ്യാറാണ്, വിത്തൗട്ട് കംപ്ലൈനിങ് അബൌട്ട് ഇറ്റ്. ഒരു രീതിയിലുള്ള കംപ്ലൈന്റും പറയാതെ, ഒരു രീതിയിലുള്ള ലിമിറ്റേഷൻസും കാണാതെ, ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളെയും കാണാതെ എന്ത് ചെയ്യും? അതിൻ്റെ അകത്തെ സത്തെടുത്തിട്ട് എങ്ങനെ അതിനെ പോസിറ്റീവ് സൈഡിൽ നിന്നുകൊണ്ട് ടാക്കിൾ ചെയ്യാം, അതിനെ ആ പ്രതിസന്ധി എങ്ങനെ ഓവർകം ചെയ്യാമെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന, നമ്മുടെ ഉള്ളിൽ ഇരുന്ന് പറഞ്ഞു തരുന്ന ആ ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു ചൈതന്യം, അതാണ് ഹയർ സെൽഫ്. ഇവനാണ് നമ്മളുടെ ലൈഫിനെ ഒരു ബാലൻസ്ഡ് ഫോമിൽ കൊണ്ടുവന്നത്. ഇവനാണ് നമ്മളുടെ ലൈഫിൽ ഡിസിപ്ലിൻ കൊണ്ടുവരുന്നത്. അതാണ് നമ്മളുടെ ലൈഫിൽ അവയർനെസ് തരുന്നത്. ഇതാണ് നമ്മൾക്ക് ക്ലാരിറ്റി തരുന്നത്. ഇതാണ് നമുക്ക് ഫോക്കസ് തരുന്നത്. ഇതാണ് നമ്മളുടെ ജീവിതത്തിൽ അടുക്കും ചിട്ടയും ഉയർച്ചയും സക്സസും തരുന്നത്. ആനന്ദ്, നമ്മുടെ ഉള്ളിൽ വരുന്ന ആ ചൈതന്യം നമുക്കൊരു വെൽ ബാലൻസ്ഡ് ലൈഫ് സമ്മാനിക്കുന്നു. നമ്മുടെ ഉള്ളിലെ ഡിസിപ്ലിൻ, അതാണ് ദൈവം. നമ്മളുടെ ഉള്ളിലെ ക്ലാരിറ്റി, അതാണ് ദൈവം. നമ്മളുടെ ഉള്ളിലെ ഫോക്കസ്, അതാണ് ദൈവം. നമ്മളുടെ ഉള്ളിലെ അവയർനെസ്, അതാണ് ദൈവം. നമ്മളാണ് ദൈവം. നമ്മളുടെ ചിന്തകളാണ് ദൈവം. നമ്മളുടെ സത്പ്രവർത്തികളാണ് ദൈവം. അല്ലാതെ ദൈവത്തിനൊരു രൂപം കൊടുക്കാൻ പറ്റില്ല. ഈ പറയുന്ന ദൈവം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി ഒരാൾക്ക് വേണ്ടി ഒരു ചെറുവിരല് കൊണ്ട് പോലും ഒരു സഹായവും ചെയ്യാനുള്ള കഴിവില്ല. പകരം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെയുള്ള ഹയർ സെൽഫിന്റെ ചിന്തകളായി വന്ന് ആ ദൈവത്തിന് മനുഷ്യന്റെ രൂപത്തിൽ വന്ന് മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റും. നിങ്ങൾ ദൈവപുത്രനായി മാറുകയല്ല വേണ്ടത്, ദൈവമായി മാറണം. ദൈവവിശ്വാസിയായി മാറുകയല്ല വേണ്ടത്, ദൈവമായി മാറണം. നിങ്ങളുടെ ചിന്തകളിൽ കൂടി, നിങ്ങളുടെ ജീവിതത്തിൽ കൂടി, നിങ്ങളുടെ പ്രവർത്തികളിൽ കൂടി മറ്റുള്ളവർക്ക് ദൈവതുല്യനായി മാറണം നമ്മൾ. അപ്പോ there is no difference between that invisible and this visible thing. ആ ഇൻവിസിബിളിനെ, ആ അദൃശ്യമായതിനെ ദൃശ്യരൂപത്തിൽ എത്തിക്കാൻ പറ്റണം നമ്മളുടെ സത്പ്രവർത്തിയിൽ കൂടി. ഇവർ തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്, ഹയർ സെൽഫും ലോവർ സെൽഫും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്, ലോവർ സെൽഫ് ഈസ് എ ക്വിക്ക് തിങ്കർ, ബട്ട് ഹയർ സെൽഫ് ഈസ് എ ലേറ്റ് തിങ്കർ, സ്ലോ തിങ്കർ. ഇവൻ സ്ലോ ആണ് ഹയർ സെൽഫ്, പക്ഷെ ലോവർ സെൽഫ് വളരെ ക്വിക്കാണ്. ഈ ക്വിക്കായിട്ട് പ്രവർത്തിക്കുന്ന ചിന്തകൾ, നമ്മുടെ ഉള്ളിൽ വരുന്ന ചിന്തകൾ വരുന്നത് ലോവർ സെൽഫിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് രണ്ട് രീതിയിൽ നമുക്ക് അതിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. യു ക്യാൻ റിയാക്ട് ഓർ യു ക്യാൻ റെസ്പോണ്ട്. ഒന്നെങ്കിൽ റിയാക്ട് ചെയ്യാം, അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യാം. എന്താണ് റിയാക്ഷൻ? ഒരു പ്രശ്നമുണ്ടായി, നമ്മൾ അതിനോട് റിയാക്ട് ചെയ്യാണ്. എന്താണ് റിയാക്ഷൻ? വരും വരായികൾ ഒന്നും ചിന്തിക്കാതെ സ്പോണ്ടേനിയസ് ആയിട്ട് അതിനോട് പ്രതികരിക്കുന്നു. ഇതാണ് റിയാക്ഷൻ. വരും വരായികൾ ഒന്നും ചിന്തിക്കാതെ, എന്താണ് പറയാൻ പോകുന്നതെന്ന് ആലോചിക്കാതെ, എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്ന് ചിന്തിക്കാതെ ഇൻസ്റ്റന്റ് ഇമോഷണൽ ആക്ഷൻ, അതാണ് റിയാക്ഷൻ.
ഇത് ഈസ് കമ്മിങ് ഫ്രം ലോവർ സെൽഫ്. പലപ്പോഴും റിയാക്ഷൻ വിൽ ബി കമ്മിങ് ഫ്രം ലോവർ സെൽഫ്. ബട്ട് റെസ്പോൺസ്, വാട്ട് ഈസ് റെസ്പോൺസ്? ഒരു വിഷയമുണ്ടായി, അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചിട്ട് എന്താ ഇപ്പോൾ സംഭവിച്ചത്? ഓക്കെ, ഇന്നതാണ് സംഭവിച്ചത്. എന്താണ് പ്രശ്നം? ഇന്നതാണ് പ്രശ്നം. എന്തൊക്കെയാണ് ഇതിന്റെ ഡിഫറെന്റ് ഓപ്ഷൻസ്? ഇത് എങ്ങനെയൊക്കെ നമുക്ക് പരിഹരിക്കാം? 1 2 3 3 പരിഹാരങ്ങളുണ്ട് ഇതിന്. ഇതിൻ്റെ അകത്ത് ഒന്നാമത്തെ പരിഹാരം ഇതാണ്: ഇത് ചെയ്താൽ ഇന്ന ഇന്ന ഗുണമുണ്ട്, ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ട്. രണ്ടാമത്തത് ഇന്ന ഇന്ന ഗുണമുണ്ട്, ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ട്. മൂന്നാമത്തെ ഓപ്ഷൻ ഇതാണ്: ഇതിന് ഇന്ന ഇന്ന പ്ലസ് ഉണ്ട്, ഇന്ന ഇന്ന മൈനസ് ഉണ്ട്. ഈ മൂന്നും കൂടെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഐ തിങ്ക് ദിസ് ഈസ് ദ ബെസ്റ്റ് വൺ. അപ്പം എനിക്ക് ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും? എൻ്റെ മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പിലുള്ള ആനന്ദിനെ വിളിക്കുകയാണ്. ആനന്ദെ, ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിരുന്നു സാറേ. അപ്പം ആ പ്രശ്നത്തിന് എൻ്റെ മനസ്സിൽ വന്നത് ഈ 3 ഓപ്ഷൻസ് ആണ്. അപ്പം എനിക്ക് തോന്നി ഒന്നുകിൽ ഇത് 2 3. എനിക്ക് തോന്നിയത് ഈ 3-ൽ നിന്ന് ഈ രണ്ടാമത്തെ ഓപ്ഷൻ ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്നാണ് തോന്നിയത്. അപ്പോൾ ആനന്ദ് സാറിൻ്റെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിൽ വിച്ച് വൺ സീംസ് ബെറ്റർ? ഈ 3-ൽ ഇതാണോ ശരി, അതോ ഇനി നാലാമത് എനിക്കറിയാത്ത എന്തെങ്കിലും സൊല്യൂഷൻ ഇതിലുണ്ടോ എന്ന് ഒരു അറിവുള്ള, എന്നേക്കാൾ അവയർനെസ് ലെവലുള്ള ഒരാളോട് ചോദിച്ച് അയാളുടെയും കൂടെ അഭിപ്രായം കേട്ടിട്ട് ഞാൻ ഒരു തീരുമാനം എടുത്തിട്ട് ആ പ്രശ്നത്തിനെ പരിഹരിക്കാൻ ശ്രമിക്കുന്നതിന്റെ പേരാണ് റെസ്പോണ്ടിങ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ആ പ്രശ്നങ്ങളിലെല്ലാം ഏതൊക്കെ പ്രശ്നങ്ങൾ വഷളായിട്ടുണ്ടോ, അതിൻ്റെയൊക്കെ റീസൺ യു റിയാക്റ്റഡ് ഇൻസ്റ്റെഡ് ഓഫ് റെസ്പോണ്ടിങ്. ആരാണ് റിയാക്ട് ചെയ്യുന്നത്? നമ്മളല്ല, നമ്മളുടെ ഉള്ളിലെ ചാത്തൻ. ആരാണ് റെസ്പോണ്ട് ചെയ്യുന്നത്? നമ്മളല്ല, നമ്മളുടെ ഉള്ളിലെ ദൈവം. എന്തുകൊണ്ടാണ് അറിവുള്ളവർ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, ഒരു കാര്യം വരുമ്പോൾ അവർ പറയും ലെറ്റ് മീ തിങ്ക് അബൌട്ട് ഇറ്റ്, ഞാനൊന്ന് ആലോചിക്കട്ടെ കേട്ടോ. എന്തിനാണ് ഈ ആലോചിക്കാൻ സമയം എടുക്കുന്നത്? നിങ്ങൾക്ക് അനുഭവമില്ലേ? ഒരു ദിവസം രാത്രി ഒരു കാര്യമില്ലാതെ നമ്മുടെ ഏതെങ്കിലും ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ കയറിയപ്പോൾ അവിടെ ഒരു ചർച്ച നടക്കുന്നു. നമ്മൾ അതിൻ്റെ അകത്ത് കയറി 4 ഡയലോഗൊക്കെ അടിച്ചു. പിന്നെ അവിടെ ഇടിയും വഴക്കും ഒക്കെ ആയിട്ട് രാത്രി നമ്മൾ കയറി കിടക്കുന്നു. നേരം വെളുക്കുമ്പോൾ നമ്മൾ ആലോചിക്കും, വല്ല കാര്യം ഉണ്ടായിരുന്നോ? പുല്ല്, ഇന്നലെ ഒരു കാര്യമോ ഇല്ലാത്ത കാര്യത്തിന് അതിൽ കയറി അഭിപ്രായം പറഞ്ഞ് നാണക്കേട്. എങ്ങനെ പോയ ആളുകളെ നോക്കും? ഉണ്ടായിട്ടുണ്ടോ? ഇനി അതുണ്ടാകാത്തവർക്ക് വേറൊന്ന് പറയാം. മുജീബിക്ക, രാവിലെ ഒരു കാര്യമില്ലായിരുന്നു, ഓഫീസിലെ ഒരു പ്രഷർ കാരണം രാവിലെ ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റ് അവിടെ വെച്ചിട്ട് നിന്നപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ, സ്ഥിരമായിട്ട് ചെയ്യുന്ന ചില തെറ്റുകളായിരിക്കും, അല്ലെങ്കിൽ ചില അബദ്ധങ്ങളായിരിക്കും. ഇത് കണ്ടപ്പോഴത്തേനും മുജീബിക്കയുടെ ലോവർ സെൽഫിൽ നിന്ന് കയറിയിട്ട് എന്ത് ചെയ്തു? നമ്മൾ റിയാക്ട് ചെയ്യുന്നു, പൊട്ടിത്തെറി, എന്ത് വഴി കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പോകുന്നു. നമ്മൾ ഓഫീസിൽ ചെന്ന് നമ്മുടെ മറ്റേ യഥാർത്ഥ കോസ്, ഈ ദേഷ്യം വരാനുള്ള യഥാർത്ഥ കോസ് അവിടെ പോയി നമ്മൾ പരിഹരിക്കുന്നു. പരിഹരിച്ചിട്ട് വൈകിട്ട് തിരിച്ചു വരുമ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത്, ദൈവമേ, രാവിലെ അവളോട് ഞാൻ എന്തൊക്കെയാ പറഞ്ഞ, എങ്ങനെ അങ്ങോട്ട് ചെല്ലും? എൻ്റെ പൊന്നോ! സംഭവം എന്താ ആനന്ദേ? നമ്മളില്ല പ്രശ്നം കഴിഞ്ഞിട്ട് ഇവിടെ പോയി യഥാർത്ഥ പ്രശ്നം പരിഹരിച്ചു. പക്ഷെ നമ്മൾ തെറി വിളിച്ച് പിടങ്ങി ഇറങ്ങിപ്പോയതിന് ശേഷം അവൾ എന്തിൽ പെട്ടിരിക്കുക? ലോ സെൽഫ് എസ്റ്റീം, വിഷ്യസ് സൈക്കിൾ. ഇക്കയ്ക്ക് പഴയ പോലെ എന്നോടൊരു സ്നേഹമില്ല. അടിപൊളി. അപ്പൊ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കുമ്പോഴറിയുന്നത് 45 വയസ്സ് കഴിഞ്ഞ പെണ്ണുങ്ങളോട് ഭർത്താക്കന്മാർക്ക് സ്നേഹം കുറയുമെന്ന് ഒരു നാറി അതിൻ്റെ അകത്തിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇതുകൂടെ കേട്ടപ്പോ ഓഹോ, കറക്റ്റ്, കണ്ടോ കണ്ടോ കണ്ടോ. അവനേതാ? മനുഷ്യരൂപത്തിൽ വന്ന ചാത്തൻ. മനസ്സിലായോ? ഇല്ലെങ്കിൽ ആ മില്യൺസ് ഓഫ് വീഡിയോസ് ഈ ഫോണിൽ കിടപ്പുണ്ട്. എങ്ങനെ ഇത് തന്നെ ഇപ്പൊ അവളുടെ മുന്നിൽ വന്നു? ഇന്ന് വരെ വരാത്തവൻ ഇന്ന് എങ്ങനെ വന്ന്? അതുകൊണ്ട് ജീവിതത്തിൽ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, നിങ്ങളുടെ ജീവിതത്തിൽ മനസ്സമാധാനം കിട്ടാൻ, നിങ്ങളുടെ ജീവിതം സക്സസ്ഫുൾ ആകാൻ. ലോവർ സെൽഫിന്റെ വാക്ക് കേട്ടുകൊണ്ട് റിയാക്ട് ചെയ്യരുത്. വെയിറ്റ് ഫോർ യുവർ ഹയർ സെൽഫ്. ഒന്ന് പ്രാർത്ഥിക്കുക, ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, ഒന്ന് കിടന്ന് ഉറങ്ങുക, ഒന്ന് അറിയാവുന്നവരോടൊന്ന് ചോദിക്കുക. എന്നിട്ട് അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് തീരുമാനിക്കുക. സോ യു ഹാവ് ടു റെസ്പോണ്ട്. മനസ്സിലാവുന്നുണ്ടോ? റെസ്പോണ്ട് ഈസ് റെസ്പോൺസിബിലിറ്റി. ഒരു കാര്യത്തോട് റെസ്പോണ്ട് ചെയ്യുക എന്ന് പറയുന്നത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. റിയാക്ട് ചെയ്യാൻ ഏത് മണ്ടനെ കൊണ്ടും പറ്റും. കഴിഞ്ഞ ദിവസം ചാത്തന്റെ കളികൾ നോക്കണം. ആ എറണാകുളത്ത് ഒരു വീട്ടിലേക്ക് ഒരുത്തൻ കഞ്ചാവ് അടിച്ച് കയറിക്കൊണ്ട് ചെന്നിട്ട് 3 പേരുടെ തലയ്ക്കടിച്ചു കൊന്നിരിക്കുക, ആ 2 പിഞ്ചു കുഞ്ഞുങ്ങളുടെ മുന്നിലിട്ട്.
അവനെ ഇന്നലെ പോലീസ് പിടിച്ച് ജയിലിൽ കൊണ്ടിട്ട് ഇനി അവിടെ ഈ കഞ്ചാവ് അവന് കിട്ടത്തില്ല. കഞ്ചാവ് കിട്ടാതെ വരുമ്പോൾ ഇവന്റെ ഉള്ളിൽ ചാത്തൻ പ്രവർത്തിക്കത്തില്ല. മാത്രമല്ല ജയിലിൽ കിടക്കുന്ന ഇവന്റെ ഉള്ളിൽ ചാത്തൻ കയറിയിരുന്നിട്ട് എന്ത് ചെയ്യാനാ? അതുകൊണ്ട് എന്ത് ചെയ്യും? ചാത്തൻ ഇവനിൽ നിന്ന് ഇറങ്ങിപ്പോവും. ഇറങ്ങിയിട്ട് പുറത്തുള്ള ഏതെങ്കിലും അടുത്ത പ്രാന്തനെ കണ്ടുപിടിക്കും അവന്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി. ഈ വിഷയ സൈക്കിളിൽ പെട്ടവന്റെ ഉള്ളിലേക്കാണ് ഇവൻ വന്ന് കയറുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈ ദുഷിച്ച സൈക്കിളിൽ പെട്ടിരിക്കുന്ന ആ ദുഷ്ട ചക്രയിൽ കിടക്കുന്നവന്റെ ഉള്ളിലേക്കാണ് ഈ ചാത്തൻ വന്ന് കയറുന്നത്. അപ്പോ മറ്റവന്റെ ജീവിതം ഒന്ന് ആലോചിച്ച്. ഈ ദുഷ്ട ചക്രത്തിൽ കിടക്കുകയായിരുന്നു, അവന്റെ ഉള്ളിലേക്ക് ഈ ചാത്തൻ വന്ന് കയറി അവനെ കൊണ്ട് ഈ പ്രവൃത്തി ചെയ്യിപ്പിച്ചിട്ട് ഇവനെ പോലീസ് പിടിച്ച് നിയമത്തിന്റെ ഇതിൽ കൊണ്ടുവന്നിട്ട് അവനെ ജയിലിലിട്ടു. ഇനി 2 ദിവസം 3 ദിവസം അല്ലെ 1 മാസം ഇവന്റെ ഉള്ളിൽ കിടന്നിട്ട് ഈ ചാത്തൻ നോക്കും. അപ്പോഴത്തേന് അവിടെ ചിട്ടയായി. എന്ത്? 6 മണിക്ക് സെല്ലടയ്ക്കും, അത് കഴിഞ്ഞിട്ട് ഇത്ര മണിക്ക് അകത്ത് കയറണം, ഇത്ര മണിക്ക് പുറത്തിറങ്ങണം, ഒരു പരിപാടി അതിൻ്റെ അകത്ത് നടക്കത്തില്ല എന്ന് മനസ്സിലായി കഴിയുമ്പോൾ ചാത്തൻ ഇവനെ വിട്ടുപോകും. ഇവനെ വിട്ടു പോയി കഴിയുമ്പോഴത്തേക്കിന് ഇവന്റെ ഉള്ളിൽ ഇവനൊരു മനുഷ്യനാവും. കാരണം ഇനി അവിടെ ചാത്തനില്ല. കാരണം ഇവനിൽ പ്രവർത്തിച്ചിട്ട് ഒന്നും ഈ ഭൂമിയിൽ നശിപ്പിക്കാൻ ഇനി പറ്റില്ല ജയിലിൽ കിടന്നുകൊണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യും? കാരണം ഇവന് ഡിസിപ്ലിൻഡായി കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുന്നു, കൃത്യസമയത്ത് കിടക്കുന്നു, കൃത്യസമയത്ത് എഴുന്നേക്കുന്നു. ഇതൊക്കെ അവിടെ ചിട്ടയാണ്, അങ്ങനെ ചെയ്തേ പറ്റൂ. അങ്ങനെ ഡിസിപ്ലിൻഡ് ആകുന്ന സമയത്ത് ഇവന്റെ ഉള്ളിൽ നിന്ന് ചാത്തൻ ഇറങ്ങിപ്പോകും. അവിടെ ഹയർ സെൽഫ് കൂടും. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേന് ഇവൻ റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങും. ഇവൻ ചെയ്ത തെറ്റിനെ കുറിച്ചിട്ട് അവൻ ചിന്തിക്കാൻ തുടങ്ങും. അവന് പശ്ചാത്തപിക്കാൻ തോന്നും. അവന് താൻ ചെയ്ത തെറ്റോർത്തിട്ട് അവൻ അവിടെ കിടന്ന് നീറി പുകയും. ഇതാണ് ജീവപര്യന്തം എന്ന് പറഞ്ഞ് പല കേസിനെയും എന്തുകൊണ്ടാണ് കൊണ്ടുപോയി കഴുത്ത് വെട്ടാത്തെ? എന്തുകൊണ്ടാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് കൊണ്ടുപോയി തൂക്കിക്കൊല്ലാത്ത? കുറെ പേര് ഈ സോഷ്യൽ മീഡിയയിൽ ഇമോഷന്റെ പുറത്ത് പറയുന്നുണ്ട്, ഇവനെയൊക്കെ കൊണ്ടുപോയി വെടിവെച്ച് കളയണം, ഇവനെയൊക്കെ. ഇന്ന് നമുക്കും തോന്നും ചില സമയത്ത് ഇവനെയൊക്കെ വെച്ചേക്കാൻ പാടില്ല ഭൂമിക്ക് മേളിൽ. നമ്മുടെ കുഞ്ഞുങ്ങളെയാണ് അങ്ങനെ ചെയ്യുന്നെങ്കിൽ, നമ്മുടെ അച്ഛനെയും അമ്മയാണ് അങ്ങനെ ചെയ്യുന്നെങ്കിൽ ഈ പറയുന്ന സിദ്ധാന്തം ഒന്നും വർക്ക് ചെയ്യത്തില്ല. അവിടെ നമ്മളുടെ ഇമോഷനാണ്. ശരിയാണ്. പക്ഷേ എന്താണ് നിയമം? എന്തുകൊണ്ടാണ് നിയമം അങ്ങനെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്? ഹയർ സെൽഫിൽ നിന്നവരാണ് ഈ നിയമം ഉണ്ടാക്കിയത്. അവൻ എന്താ മനസ്സിലാക്കിയ? 12 വർഷം ഒരുത്തൻ ഡിസിപ്ലിൻഡ് ആയിട്ട് കിടന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറച്ച് നാൾ ഇവൻ, അതിനാണ് ഓരോ പ്രവൃത്തിയുടെ വലിപ്പം അനുസരിച്ചിട്ടാണ് ഇതിന്റെ ശിക്ഷ തീരുമാനിച്ചിരിക്കുന്നത്. കറക്റ്റ് ആണോ? 3 വർഷം, 7 വർഷം, 12 വർഷം, ഇരട്ട ജീവപര്യന്തം. ഇതൊക്കെ ഇങ്ങനെ വിധിക്കുന്നതൊക്കെ അവന്റെ ഉള്ളിലെ ചാത്തന്റെ പവറിനെ ബേസ് ചെയ്തിട്ടാ. അങ്ങനെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കിന് ഈ നമ്മളെ ജയിലിൽ പിടിച്ചിട്ടിട്ടൊന്നും ഇല്ലെങ്കിലും നമ്മൾ ചെയ്ത പല തെറ്റും പിന്നീട് നമുക്ക് തോന്നിയിട്ടില്ലേ? ശോ, അങ്ങനെ പറയണ്ടായിരുന്നു, അങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്ന് പലപ്പോഴും നമുക്ക് തോന്നിയിട്ടില്ലേ? ആണോ? ഇതാണ് ഈ ദുഷിച്ച സൈക്കിളിന്റെ അകത്തെ പ്രവർത്തികൾ. അപ്പോ എങ്ങനെയാണ് ഹയർ സെൽഫ് നമ്മളോട് സംസാരിക്കുന്നത്? ഇറ്റ്സ് എ സ്ലോ തിങ്കർ ബട്ട് ക്ലിയർ തിങ്കർ. ക്ലാരിറ്റി കൊണ്ട് തരുന്നത് ആരുണ്ടോ അത് ദൈവമാണ്. നമുക്ക് ക്ലാരിറ്റി കൊണ്ട് തരുന്നത് ആരുണ്ടോ അത് ദൈവമാണ്. അതുകൊണ്ടാണ് ഗുരുവിന്റെ സ്ഥാനം ദൈവത്തിന് മുന്നേ. മാതാ, പിത, ഗുരു, ദൈവം. നമ്മുടെ ഉള്ളിൽ ക്ലാരിറ്റി, വെളിച്ചം, തെളിമ കൊണ്ട് തരുന്നത് ഗുരുക്കന്മാരാണ്. അതുകൊണ്ടാണ് ഗുരുവിന് ദൈവത്തെക്കാൾ വലിയ സ്ഥാനം നമ്മൾ കൊടുക്കുന്നത്. ആർ യു വിത്ത് മീ? എനിക്ക് ബിസിനസ്സുകാരോട് പറയാനുള്ളത്, നിങ്ങൾ ബിസിനസ് ഓണറായിട്ടല്ല നിങ്ങളുടെ സ്റ്റാഫിൻ്റെ അടുത്ത് നിൽക്കേണ്ടത്. യു ഹാവ് ടു ബിക്കം ദെയർ മെന്റർ, യു ഹാവ് ടു ബിക്കം ദെയർ ഗുരു, യു ഹാവ് ടു ബിക്കം ദെയർ ടീച്ചർ. അവർക്ക് ക്ലാരിറ്റി കൊടുക്കുന്ന ആളായിരിക്കണം നമ്മൾ. മനസ്സിലാവുന്നുണ്ടോ? അവർക്ക് വ്യക്തത കൊടുക്കുന്ന ആളായി മാറാൻ. അതിന് എന്ത് വേണം? ഈ നമ്മളാകുന്ന കിണറിന് ആഴം വേണം, അറിവിന്റെ ആഴം വേണം. എങ്കിൽ മാത്രമേ നമുക്ക് മറ്റൊരാൾക്ക് അത് കൊടുക്കാൻ പറ്റൂ. മാത്രമല്ല, നമ്മൾ ഹയർ സെൽഫിൽ നിന്നെങ്കിൽ മാത്രമേ നമ്മളുടെ മുന്നിൽ നിൽക്കുന്ന ലോവർ സെൽഫിനെ ഡീൽ ചെയ്യാൻ പറ്റൂ. ആനന്ദേ, ഞാൻ ലോവർ സെൽഫിൽ നിന്നുകൊണ്ട് ആനന്ദിന്റെ ലോവർ സെൽഫിനെ ട്രീറ്റ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. മനസ്സിലാവുന്നോ? അതിന് ശക്തി കൂട്ടാനേ എനിക്ക് പറ്റൂ. ആനന്ദിന്റെ ഉള്ളിലെ ദുഷ്ടചിന്തകളിൽ നിന്ന് ആനന്ദിനെ പുറത്തു കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഉള്ളിൽ ഞാൻ ഹയർ സെൽഫിൽ നിൽക്കണം. ആർ യു വിത്ത് മീ? കോംപ്ലിക്കേറ്റഡ് ആവുന്നുണ്ടോ? സിമ്പിൾ അല്ലേ? ഇറ്റ്സ് വെരി സിമ്പിൾ. യെസ്. ലവൻ ചിന്തിപ്പിക്കുന്നത് കേട്ടോ, ഇത് ആകെ പ്രശ്നമാണല്ലേ, ഇത് വേണ്ടെന്ന്, പഠിക്കണ്ട. ലവൻ പറഞ്ഞുകൊണ്ടിരിക്കും,
കേൾക്കരുത്, പിടികൊടുക്കരുത്. സോ വാട്ട് ഈസ് ഹയർ സെൽഫ്? ഇറ്റ് ഈസ് എ സ്ലോ ബട്ട് ക്ലിയർ തിങ്കർ ആൻഡ് എ ഗുഡ് കമ്മ്യൂണിക്കേറ്റർ. നിങ്ങൾക്ക് അതിനുള്ള കഴിവ് നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ഉള്ളിലെ ദൈവത്തോട് സംസാരിക്കാൻ പറ്റും. ഞാൻ വീണ്ടും പറയുന്നു, മനുഷ്യന് കിട്ടിയിരിക്കുന്ന ഏറ്റവും അപാരമായിട്ടുള്ള ഒരു കഴിവുണ്ട്, അതാണ് ലിസണിങ് സ്കിൽ. ലിസണിങ് സ്കിൽ, ലിസണിങ്. ഈ ലിസൺ ചെയ്യുക എന്ന് പറയുന്നത് കേവലം ചെവി കൊണ്ട് പുറത്തുനിന്ന് കേൾക്കുന്ന ശബ്ദത്തെ കേൾക്കുന്നതല്ല, ആ ലിറ്റിൽ ഇന്നർ വോയിസ് നമ്മളോട് സംസാരിക്കുന്നത് കേൾക്കാൻ നമുക്ക് പറ്റണം. നമ്മുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ദൈവം നമ്മളോട് തരുന്ന ഇൻസ്ട്രക്ഷൻസ് കേൾക്കാൻ പറ്റണം. പക്ഷെ അത് കേൾക്കാൻ പറ്റാത്തതിന്റെ റീസൺ ഈ ലോവർ സെൽഫ്, ഈ ചാത്തന്റെ ശബ്ദം ദൈവത്തിന്റെ ശബ്ദത്തെക്കാൾ ഉയർന്നതാണ്, ഹയർ ഫ്രീക്വൻസിയിലാണ്. അതുകൊണ്ട് ആദ്യം കേൾക്കുന്നത് ഇവന്റെ ശബ്ദമായിരിക്കും. കാരണം ഹി ഈസ് എ ക്യുക്ക് പേഴ്സൺ. ക്യുക്കായിട്ട് ഡിസിഷൻ എടുക്കുന്ന, ക്യുക്കായിട്ട് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളാണ് ലോവർ സെൽഫ്. അതുകൊണ്ട് നമ്മൾ ആദ്യം കേൾക്കുന്നത് ചാത്തന്റെ ശബ്ദമായിരിക്കും. അതേ കാര്യം നിങ്ങൾ ഒരു തവണയും കൂടെ ചിന്തിച്ചാൽ, 2 തവണ, 3 തവണ, 4 തവണ ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് ബെറ്റർ ആൻഡ് ബെറ്റർ ആൻഡ് ബെറ്റർ ഡിസിഷൻ എടുക്കാൻ പറ്റുന്നതിന്റെ റീസൺ എന്താ? ഓരോ തവണ ചിന്തിക്കുമ്പോഴും ക്ലാരിറ്റി കൂടും. ആൻഡ് ദാറ്റ് ക്ലാരിറ്റി കംസ് ഫ്രം അവർ ഹയർ സെൽഫ്. ആനന്ദേ, ദുബൈയിൽ വെച്ച് EOS പഠിക്കാൻ തുടങ്ങി നമ്മൾ. ആദ്യത്തെ ദിവസം മൊത്തം കോംപ്ലിക്കേഷൻ ആയെന്ന് തോന്നി. 2ാമത്തെ ദിവസം ആയപ്പോഴത്തേക്കിന് ഇത് എന്നെ കൊണ്ട് പറ്റുമോ എന്ന് തോന്നി. 3ാമത്തെ ദിവസം ആയപ്പോഴത്തേക്കിന് ഇത് ഇത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. 4ാമത്തെ ദിവസം ആയപ്പോ ഇത്രയേ ഉള്ളൂ ഇത് മുജീവിക്ക. 5ാമത്തെ ദിവസം ആയപ്പോ നമ്മളെല്ലാരും ചിരിക്കാൻ തുടങ്ങി. 6ാമത്തെ ദിവസം ആയപ്പോഴത്തേന് നമ്മൾ തുള്ളിച്ചാടാൻ തുടങ്ങി. വാട്ട് ഇഫ് അത് 2 ദിവസത്തെ ലേണിംഗ് ആയിരുന്നെങ്കിലോ? ആനന്ദേ, എന്തായിരിക്കും നമ്മുടെ ടേക്ക് അവേ? ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, കൊള്ളാം, പക്ഷെ ഭയങ്കര മെനക്കേടാണ്. 6ാമത്തെ ദിവസമായപ്പോ എന്താ സംഭവിച്ചത്? എന്തുകൊണ്ടാണ് നമ്മൾ ഹിമാലയത്തിലേക്ക് 7 ദിവസത്തേക്ക് പോകുന്നേ? 1ാമത്തെ ദിവസം, 2ാമത്തെ ദിവസം, 3ാമത്തെ ദിവസം ക്ലാരിറ്റി, 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 ക്ലാരിറ്റി ആൻഡ് ക്ലാരിറ്റി. ആൻഡ് ദാറ്റ് കംസ് ഫ്രം ഹയർ സെൽഫ്. ആർ യു വിത്ത് മീ? ഞാൻ ഈ ഹയർ സെൽഫ് ആൻഡ് ലോവർ സെൽഫിന്റെ ക്ലാസ് 5 ദിവസം മുന്നേ തൊട്ട് പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഇതെന്താ ഇങ്ങനെ എന്ന് ചിന്തിച്ച് ഇപ്പോ നിങ്ങൾക്ക് ഭയങ്കരമായ, അല്ലേ സനീഷേ, ഭയങ്കര ക്ലാരിറ്റി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. സോ വാട്ട് ഈസ് ഹയർ സെൽഫ്? എഴുതിക്കോ. മൈ ഹയർ സെൽഫ് ഈസ് ദ ഹയസ്റ്റ് എക്സ്പ്രഷൻ ഓഫ് മൈ പേഴ്സണാലിറ്റി. മൈ ഹയർ സെൽഫ് ഈസ് ദ ഹയസ്റ്റ് എക്സ്പ്രഷൻ ഓഫ് മൈ പേഴ്സണാലിറ്റി. ഞാനെന്ന വ്യക്തിയുടെ, എൻ്റെ വ്യക്തിത്വത്തിന്റെ ഹയസ്റ്റ് ഫോമിൽ നിൽക്കുന്നതാണ് എൻ്റെ ഹയർ സെൽഫ്. മൈ ഹയർ സെൽഫ് ഈസ് ദ ഹയസ്റ്റ് എക്സ്പ്രഷൻ ഓഫ് മൈ പേഴ്സണാലിറ്റി. ഈ സെൽഫിനാണ് തിരിച്ചറിവുള്ളത്. ഏത്? യു ക്യാൻ ക്രിയേറ്റ് എനിത്തിങ് യു വാണ്ട്. നമ്മളെ കൊണ്ട് അസാധ്യമായതൊന്നുമില്ല എന്ന് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന ആ സെൽഫിന്റെ പേരാണ് ഹയർ സെൽഫ്, അല്ലെങ്കിൽ ദൈവം. നിനക്കസാധ്യമായ ഒന്നുമില്ല എന്ന് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നതാണ് നമ്മുടെ ഉള്ളിലെ ദൈവം. നമ്മൾ കുഞ്ഞായിരിക്കുന്ന സമയത്ത്, നമ്മൾ പിറന്നു വീഴുന്ന സമയത്ത്, നമ്മൾക്ക് ഈ കുഞ്ഞുങ്ങൾ എന്തുകൊണ്ട് ദൈവത്തിന് തുല്യമാണ് എന്ന് പറയുന്നതെന്നറിയോ? കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഇവന്റെ ഉള്ളിൽ മുഴുവൻ ഹയർ സെൽഫ് മാത്രമാണ്. അതുകൊണ്ടാണ് കുട്ടിക്കാലത്ത് ഒരാൾ ചോദിക്കുകയാണ് നമ്മുടെ അടുത്ത്, നിനക്ക് എന്താകണം, വലുതാകണോ എന്ന് ചോദിച്ചു കഴിയുമ്പോൾ ഡോക്ടർ ആകണം, സയന്റിസ്റ്റ് ആകണം, എഞ്ചിനീയർ ആകണം, കളക്ടർ ആകണം എന്നൊക്കെ കുഞ്ഞുങ്ങൾ പറയാറുണ്ട്, അല്ലേ? അന്ന് ലോവർ സെൽഫിന്റെ ഇൻഫ്ലുവൻസ് വളരെ കുറവാണ്. ഇറ്റ് ഈസ് ലെസ് എഫക്റ്റീവ്. അതുകൊണ്ട് തന്നെ എങ്ങനെ ഡോക്ടർ ആകുമെന്നോ, എങ്ങനെ സയന്റിസ്റ്റ് ആകണമെന്നോ, എങ്ങനെ ബില്യണിയർ ആകണോ എന്നൊന്നും അവരുടെ ഉള്ളിൽ എങ്ങനെ എന്ന ചിന്തയില്ല. വളർന്നു വരും തോറും ഇവന്റെ ഉള്ളിൽ ഹയർ സെൽഫ് മാറി ലോവർ സെൽഫ്, ലിമിറ്റേഷൻസിന്റെ ഒരു കൂമ്പാരം വരാൻ തുടങ്ങും. അല്ല, ഡോക്ടർ ആവണമെന്നൊന്നും ഇല്ല. കാരണം എന്താ? ഇപ്പൊ ഇവന് മനസ്സിലായി ഇതിന് കുറെ ലിമിറ്റേഷൻസ് ഉണ്ട് എന്ന്. കുഞ്ഞുനാളിൽ എനിത്തിങ് ഈസ് പോസിബിൾ. കാരണം ദേ ഓൾവേസ് ഓപ്പറേറ്റ് ഫ്രം ദെയർ ഹയർ സെൽഫ്. കുഞ്ഞൂട്ടന് ലിമിറ്റേഷൻ ഇല്ല. ചാടാന്ന് പറഞ്ഞാൽ അവൻ ചാടും. അവനറിയത്തില്ല ഇത്രയും പൊക്കത്തുനിന്ന് ചാടാൻ പാടില്ലെന്നോ, അല്ലെങ്കിൽ അവിടെ നിന്ന് വീഴരുതെന്നോ, അല്ലെങ്കിൽ ഇവിടെ അത് ചെയ്യരുതെന്നോ, അതേ തൊട്ട കറണ്ട് അടിക്കുമെന്നോ, ഇങ്ങനെ ഒന്നും അവൻ അറിയത്തില്ല. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ?
കാരണം എന്തു എന്നെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് അവരുടെ ചിന്ത. ആ ചിന്തയിൽ നിന്നാണ് ഓരോ കുഞ്ഞും എഴുന്നേറ്റ് നടക്കുന്നത്. ഇല്ലെങ്കിൽ ഒരു കുഞ്ഞും നടക്കില്ല, കാരണം വീഴുമെന്ന പേടി. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ആരും എഴുന്നേറ്റ് നടക്കില്ലായിരുന്നു നമ്മുടെ ഉള്ളിൽ ഹയർ സെൽഫ് അല്ല എങ്കിൽ. കുഞ്ഞ് കരയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുഞ്ഞുങ്ങൾ കരയുന്നത് എന്താണ്? ഈ ഈ വിശക്കുമ്പോ അവന് ഭക്ഷണം കിട്ടുന്നിടം വരെ അവൻ കരഞ്ഞോണ്ടേയിരിക്കും. കാരണം എന്താ? ഹയർ സെൽഫ്. വളരും തോറും എന്താണ്? അയ്യോ, കരയുന്നത് മോശമല്ലേ, കരയുന്നത് മറ്റുള്ളവർ കണ്ടാലോ, എനിക്ക് വേണ്ട കാര്യത്തിന് വേണ്ടി ഞാൻ കരയുന്നത് മറ്റുള്ളവർ കണ്ടാൽ മോശമല്ലേ എന്ന ചിന്ത നമ്മുടെ ഉള്ളിൽ കൊണ്ടുവന്ന് ലോവർ സെൽഫാ. എന്തിനാ? നമ്മളെ ലിമിറ്റഡ് ആക്കാൻ, നമ്മളെ കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാതിരിക്കാൻ, നമ്മളുടെ ആഗ്രഹങ്ങളിലേക്ക് പോകാതിരിക്കാൻ ഇവൻ കൊണ്ടുവന്നിട്ട ചിന്തയാണ് മറ്റുള്ളവർക്ക് എന്ത് തോന്നുമെന്ന്. അത് കുഞ്ഞിനില്ല. അതുകൊണ്ട് അവൻ എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞ് കരയാൻ അവൻ അറിയത്തില്ല. അതുകൊണ്ട് ആ കട്ടിലെ കിടത്തിയിട്ട് പോകുമ്പോൾ കിടന്ന് നിലവിളിച്ച് കരയും. അമ്മ വന്ന് പാല് കൊടുക്കുന്നിടം വരെ, അവന്റെ ലക്ഷ്യം എത്തുന്നിടം വരെ ഹി ഓർ ഷീ ഓപ്പറേറ്റ്സ് ഫ്രം ഹയർ സെൽഫ്. റൈറ്റ്? എന്തുകൊണ്ട്? വളർന്നു കഴിയുമ്പോൾ അതുപോലെ തൻ്റെ ആഗ്രഹങ്ങൾ നേടാൻ വേണ്ടി അവൻ കരയുന്നില്ല. ചാത്തൻ കൊണ്ടിട്ട ലിമിറ്റേഷൻസ്. കുഞ്ഞുനാളിൽ they don't listen to their lower self, but when you grow up you listen more to lower self. കുഞ്ഞുനാളിൽ we listen more to our higher self, but വളരും തോറും we listen more to lower self. കാരണം ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ, we ആക്ച്വലി ദൈവം സൃഷ്ടിച്ച് ഇങ്ങോട്ട് വിട്ടത് ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ പറ്റുന്ന രീതിയിൽ മാത്രമാണ് മനുഷ്യനെ ഇങ്ങോട്ട് സൃഷ്ടിച്ചു വിട്ടത്. അതാണ് കുഞ്ഞുനാളിൽ ആ 5, 6, 7, 8 വയസ്സ് വരെ നമ്മൾ അങ്ങനെ ആകുന്നതിന്റെ റീസൺ എന്താ? ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ഹയർ സെൽഫ് കേൾക്കാൻ വേണ്ടി മാത്രമാണ്. പക്ഷേ ശ്രദ്ധിച്ചോ ഇങ്ങോട്ട്, നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മളുടെ മാതാപിതാക്കൾ, നമ്മൾക്ക് ചുറ്റുമുള്ളവർ, നമ്മുടെ സ്കൂൾ സിസ്റ്റം, നമ്മുടെ അധ്യാപകർ, നമുക്ക് ചുറ്റുമുള്ളവർ എല്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്താണെന്നറിയോ? ദൈവത്തെ കേൾക്കാനല്ല, ഹയർ സെൽഫിനെ കേൾക്കാനല്ല, ലോവർ സെൽഫിനെ ലിസൺ ചെയ്യാൻ നമുക്ക് ചുറ്റുമുള്ളവർ പഠിപ്പിക്കും. അതുകൊണ്ടാണ് വളരും തോറും വി ലേൺ ടു ലിസൺ ടു അവർ ലോവർ സെൽഫ്. ഡു യു അഗ്രി? ഇസ് ഇറ്റ് ട്രൂ? കുഞ്ഞുനാളിൽ ആ കുഞ്ഞ് വിചാരിക്കുന്ന എനിത്തിങ് ഈസ് പോസിബിൾ, ബട്ട് വളരും തോറും ദേ സ്റ്റാർട്ട് ഫൈൻഡിങ് ലിമിറ്റേഷൻസ്. അവന്റെ പൊട്ടൻഷ്യലിനെ അവന് സംശയം തോന്നും, അവന്റെ കഴിവിൽ അവന് സംശയം തോന്നും. ദൈവം ഇങ്ങോട്ട് പറഞ്ഞു വിട്ട ഒരു സിസ്റ്റം ഉണ്ട്, ദൈവം പഠിപ്പിച്ചു വിട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. വളരും തോറും നമ്മൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയോ? വി അൺലേൺ വാട്ട് ഗോഡ് ടീച്ച് അസ്. ദൈവം പഠിപ്പിച്ചു വിട്ട കാര്യം നമ്മൾ അൺലേൺ ചെയ്യുന്നു. എന്നിട്ട് വി ലേൺ ദ റോങ് അപ്രോച്ച് ടുവേർഡ്സ് ലൈഫ്. അതാരാ പഠിപ്പിക്കുന്നേ? ലോവർ സെൽഫ്. ഹലോ 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 ഹലോ. ദൈവം പഠിപ്പിച്ചു വിട്ട കാര്യങ്ങൾ മറന്നിട്ട് ലോവർ സെൽഫ് പഠിപ്പിക്കുന്നത് നമ്മൾ വളരും തോറും പഠിച്ചുകൊണ്ടിരിക്കുന്നു. സോ ഇത് നമ്മുടെ 2 സെൽഫാണ്. ഒന്ന് ഹയർ സെൽഫ്, 2 ലോവർ സെൽഫ്. എപ്പോഴൊക്കെ നിങ്ങൾ ഹയർ സെൽഫിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നോ, ശ്രദ്ധിച്ചോ, നിങ്ങൾ ഇപ്പോൾ ഏത് പൊസിഷനിലാണ് നിൽക്കുന്നത്? നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് എവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾ ഒരു പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് ആർ യു ഓപ്പറേറ്റിംഗ് ഫ്രം യുവർ ഹയർ സെൽഫ് ഓർ ലോവർ സെൽഫ്? ഇഫ് നിങ്ങളുടെ ആക്ഷൻ, ഇഫ് ഇറ്റ് ഈസ് ദ മോസ്റ്റ് എഫക്റ്റീവ്, ഏറ്റവും അടിപൊളിയായിട്ട് നിങ്ങൾ ആ ആക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ, നിങ്ങളെ കൊണ്ട് പറ്റുന്നതിന്റെ ഏറ്റവും പീക്കിൽ നിന്നുകൊണ്ട് നിങ്ങൾ പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ, യു ഓപ്പറേറ്റ് ഫ്രം യുവർ ഹയർ സെൽഫ്. ഇഫ് യു ആർ ലീസ്റ്റ് എഫക്റ്റീവ്, നിങ്ങൾ എഫക്റ്റീവ് അല്ല, ഓർ ഇഫ് യു ആർ ജസ്റ്റ് ആൻ ആവറേജ്, നിങ്ങൾ വളരുന്നില്ല, നിങ്ങൾ ഒരു ആവറേജ് ആണ്, നിങ്ങൾ നിങ്ങളുടെ കഴിവിന്റെ പൊട്ടൻഷ്യലിൽ നിൽക്കുന്നില്ല, നിങ്ങളുടെ കഴിവിന്റെ അത്രയും ഒരു പെർഫോമൻസ് നിങ്ങളുടെ ആക്ഷനിൽ നിങ്ങൾ കാഴ്ചവെക്കുന്നില്ല എങ്കിൽ, യു ആർ ആക്ച്വലി ഓപ്പറേറ്റിംഗ് ഫ്രം യുവർ ലോവർ സെൽഫ്. സോ ഇന്ന് നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്ന് ചെക്ക് ചെയ്യാനുള്ള ഏറ്റവും മികച്ച മാർഗം, ആർ യു മോസ്റ്റ് എഫക്റ്റീവ് ഓർ ലീസ്റ്റ് എഫക്റ്റീവ്? നിങ്ങളുടെ കർമ്മ മേഖലയിൽ നിങ്ങൾ മോസ്റ്റ് എഫക്റ്റീവ് ആണോ ലീസ്റ്റ് എഫക്റ്റീവ് ആണോ? ഇഫ് യു ആർ മോസ്റ്റ് എഫക്റ്റീവ്, യു ഓപ്പറേറ്റ് ഫ്രം യുവർ ഹയർ സെൽഫ്.
if you are least effective, or if you are an average, just an average, you operate from your lower self. So frequent ആയിട്ട് നമ്മളുടെ സോൺ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. ഏത് സോണിൽ നിന്നാണ് ഞാൻ ഓപ്പറേറ്റ് ചെയ്യുന്നത്? യു ഹാവ് ടു ചെക്ക് യുവർ സോൺ. ഈസ് ഇറ്റ് ഫ്രം മൈ ഹയർ സെൽഫ് ഓർ ഈസ് ഇറ്റ് ഫ്രം മൈ ലോവർ സെൽഫ്? എന്തിനാ മുജീവിക്ക നമ്മൾ കിങ് മേക്കേഴ്സിൽ ഓരോ മണിക്കൂർ ഇടവിട്ട് കഴിഞ്ഞ ഒരു മണിക്കൂറിൽ ഞാൻ എന്തൊക്കെയാ ചെയ്തത് എന്ന് നമ്മൾ എല്ലാവരും അപ്ഡേറ്റ് ചെയ്തു, അല്ലേ ആനന്ദേ? നമ്മളെല്ലാവരും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ അകത്ത് കിങ് മേക്കേഴ്സ് എല്ലാവരും കഴിഞ്ഞ ഒരു മണിക്കൂറിൽ 1 2 3 4 ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു, കഴിഞ്ഞ ഒരു മണിക്കൂറിൽ 1 2 3 4 ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്ഡേറ്റ് ചെയ്തിട്ട് ചിലരെന്ത് പറഞ്ഞു, കഴിഞ്ഞ ഒരു മണിക്കൂറിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. എന്തായിരുന്നു നമ്മൾ അവിടെ കണ്ടത്? ഇൻ സർട്ടൻ പീരീഡ് ഓഫ് ടൈം ആനന്ദ് ചിലപ്പം 10 തൊട്ട് 11 വരെ ഓപ്പറേറ്റ് ചെയ്തത് ഹയർ സെൽഫിൽ നിന്നായിരിക്കും, ഉച്ചയ്ക്ക് 3 തൊട്ട് 4 വരെ ഓപ്പറേറ്റ് ചെയ്ത ലോവർ സെൽഫിൽ നിന്നായിരുന്നു. ആനന്ദ്, എന്നിട്ടാണ് നമ്മൾ അന്നത്തെ ഒരു ദിവസത്തെ വിലയിരുത്തുന്നത്, ഇന്ന് ഔട്ട് ഓഫ് 10 ഞാൻ എത്ര പ്രൊഡക്റ്റീവ് ആയിരുന്നു എന്ന്. ലൈഫിനെ വിജയിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. ജസ്റ്റ് ലേൺ ടു ഓപ്പറേറ്റ് ഫ്രം യുവർ ഹയർ സെൽഫ്. ബട്ട് ചാത്തന്റെ പിടി നിങ്ങളുടെ ഉള്ളിൽ എത്രത്തോളം സ്ട്രോങ് ആണോ അത്രയും ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്ക് ചാത്തനെ ഒതുക്കാൻ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, വർഷങ്ങൾ എടുത്തിട്ടാണ് നിങ്ങളുടെ ഉള്ളിൽ ചാത്തൻ വളർന്നിരിക്കുന്നത്. അവനെ ഒറ്റ രാത്രി കൊണ്ടോ ഒറ്റ ക്ലാസ് കൊണ്ടോ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കിങ്സ് ക്ലബിലേക്ക് വിളിച്ചത്, 365 ദിവസവും എൻ്റെ കൂടെ ഇരിക്കുക എന്ന് പറഞ്ഞത്. എന്താ ഇവിടെ സംഭവിക്കുന്നത്? എല്ലാ ദിവസവും രാവിലെ നമ്മുടെ ഹയർ സെൽഫിനെ നമ്മൾ ഉണർത്തുകയാണ്. അതല്ലേ മുജീവിക്ക് 5 കൊല്ലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ? ആണോ ഉണ്ണിയേട്ടാ? അതുകൊണ്ടാണ് നമ്മൾ ആ സെൽഫിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് സക്സസ് ഉണ്ടാകുന്നത്. കാരണം വെൻ എവർ യു ഓപ്പറേറ്റ് ഫ്രം യുവർ ഹയർ സെൽഫ്, നമ്മൾ ഒരു ലിമിറ്റേഷൻസും കാണില്ല. നമ്മൾ കാണുന്നതെല്ലാം അവസരങ്ങളായിരിക്കും. അതേ ആള്, ഫോർ എക്സാമ്പിൾ ഞാനുമുണ്ട്, ആരിഫേ, ഇത് ആരിഫ്, ഇത് ഞാൻ, ഓക്കെ, നമ്മൾ രണ്ടുപേരും ഒരു ബിസിനസിൻ്റെ അകത്ത് പാർട്ട്നേഴ്സ് ആണ് എന്നിരിക്കട്ടെ. നമ്മുടെ മുന്നിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി വരികയാണ്, ഒരു അവസരം വരികയാണ്. ഓക്കെ, ആരിഫ് ഹയർ സെൽഫിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് ആരിഫ് എന്ത് കാണുന്നുണ്ട്? എന്താണ് മോസ്റ്റ് എഫക്റ്റീവ് ആണ്. അതുകൊണ്ട് ആരിഫ് കാണുന്നതെല്ലാം ഇതിൻ്റെ അകത്തുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ്, റൈറ്റ്? അവസരങ്ങൾ, സാധ്യതകൾ. പക്ഷേ ഞാൻ ആസ് എ പാർട്ട്ണർ, ഞാൻ ഈ അവസരം കാണുമ്പോൾ ഞാൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് ആക്ച്വലി ലോവർ സെൽഫിൽ നിന്നുകൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ കാണുന്നതെല്ലാം എന്തായിരിക്കും? ലിമിറ്റേഷൻസ് ആയിരിക്കും. ജീവിക്കാം. നല്ലൊരു ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യമായിട്ട് നമ്മൾ വീട്ടിൽ ചെല്ലുകയാണ്. തരുൺ വൈഫിന്റെ അടുത്ത് പറയാണ്, എടി ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നമുക്ക് അതിലൊന്ന് ഇൻവെസ്റ്റ് ചെയ്താലോ. നമ്മൾ കാണുന്നതല്ല അതിന്റെ ഓപ്പർച്യൂണിറ്റി. അവരെന്ത് പറയും? റിസ്ക് അല്ലേ, വേണോ, വേണ്ട അല്ലേ, നമ്മളത് ഡ്രോപ്പ് ചെയ്യും. ചില സമയങ്ങളിൽ അത് ശരിയാണ്. കാരണം നമ്മൾ ചിലപ്പോൾ റിയാക്ട് ചെയ്യുന്നതായിരിക്കും. ഹലോ, ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞു, അവസരങ്ങളുടെ രൂപത്തിലും ചാത്തൻ വരും നമ്മളെ വഴിതെറ്റിക്കാൻ. അപ്പോഴാണ് നമുക്ക് തോന്നുന്ന പുതിയൊരു ബ്രാഞ്ച് ഇട്ടാൽ എന്താ എന്ന്. ബിപിൻ രാജൻ, മനസ്സിലാവുന്നുണ്ടോ? ഒന്ന് എക്സ്പാൻഡ് ചെയ്താൽ എന്താന്ന്, കോയമ്പത്തൂരിലേക്ക് ഒന്ന് ബിസിനസ് വളർത്തിയാൽ എന്താന്ന് തോന്നിപ്പിക്കും. അതും പഠിച്ചേ ചെയ്യാവുള്ളെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? യു ഹാവ് ടു ഗെറ്റ് മോർ ആൻഡ് മോർ ക്ലാരിറ്റി. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഹയർ സെൽഫ് വർക്ക് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? സോ 2 പേര് എന്തുകൊണ്ട് ഒരേ സിറ്റുവേഷനിൽ 2 രീതിയിൽ ഫീൽ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, 1 person ഓപ്പറേറ്റ് ഫ്രം എ ഹയർ സെൽഫ് ആൻഡ് ദ അതർ വൺ ഓപ്പറേറ്റ്സ് ഫ്രം എ ലോവർ സെൽഫ്. ആർ യു വിത്ത് മീ? ഇനി ഇപ്പൊ ഞാൻ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, എൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഈ സൂമിൻ്റെ അകത്തെല്ലാം അബ്സല്യൂട്ട്ലി സൈലൻസ് ആണ്. പക്ഷേ നിങ്ങൾ ലോകത്ത് 10-17 രാജ്യങ്ങളിലുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾ ഇരിക്കുന്നതിന് ചുറ്റും പല ശബ്ദങ്ങൾ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. ചിലർ വീട്ടിലിരിക്കുന്നുണ്ട്, ചിലർ ഓഫീസിലിരിക്കുന്നുണ്ട്, ചിലർ വണ്ടിക്കകത്തിരിക്കുന്നുണ്ട്, ചിലർ ട്രാവൽ ചെയ്യുന്നുണ്ട്, പല ശബ്ദങ്ങളും കേൾക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ടും നിങ്ങൾ ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്ന എൻ്റെ ശബ്ദമാണ്. അത് എന്തുകൊണ്ടായിരിക്കും മുഹമ്മദിക്ക? എന്തുകൊണ്ടായിരിക്കും അത്? വി ലിസൺ വാട്ട് വി വാണ്ട് ടു ലിസൺ. എന്താണോ നമ്മൾക്ക് കേൾക്കേണ്ടത് അതേ നമ്മൾ കേൾക്കത്തുള്ളൂ. കറക്റ്റ്? അപ്പോ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ചാത്തൻ സംസാരിക്കുന്നുണ്ട് എന്നതിൻ്റെ അർത്ഥം അവൻ സംസാരിക്കുന്നത് കൊണ്ട് നമ്മൾ അത് കേൾക്കണമെന്നില്ല. ഹലോ, എൻ്റെ ഉള്ളിൽ ചാത്തൻ സംസാരിക്കുന്നുണ്ട് എന്നതുകൊണ്ട് അവനെ അനുസരിക്കണമെന്നില്ല. You can just ignore or you can just listen to that higher self. ഹയർ സെൽഫിന്റെ ശബ്ദം കുറവും
ചാത്തന്റെ ശബ്ദം വലുതുമാണ്. അപ്പൊ ഈ പെട്ടെന്ന് ലിസൺ ചെയ്യുകയാണെങ്കിൽ കേൾക്കുന്നത് ആരുടെ ആയിരിക്കും? ലോവർ സെൽഫിന്റെ. മറ്റേത് സമയം എടുത്തേ കേൾക്കാൻ പറ്റൂ. അതിന് മെഡിറ്റേറ്റ് ചെയ്യണം, അതിന് സൈലൻസിൽ ഇരിക്കണം, അതിന് ബുക്കുകൾ വായിക്കണം, അതിന് നല്ല നല്ല ചിന്തകളിലേക്ക് വരണം, അതിന് നിസ്കരിക്കണം, അതിന് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കണം, അതിന് മുട്ടിപ്പായി പ്രാർത്ഥിക്കണം. അപ്പോഴാണ് ഹയർ സെൽഫിന്റെ ശബ്ദം കേൾക്കാൻ പറ്റുന്നത്. ആർ യു വിത്ത് മീ? എന്താണ് ദൈവം, എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആചാരങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടിട്ടെന്ന് ഇപ്പം മനസ്സിലാവുന്നുണ്ടോ? സയൻസിനെ ഇമോഷൻസ് വെച്ച് സൃഷ്ടിച്ചിരിക്കുന്നതാണ് ദൈവം. ഹലോ, സയൻസിനെ ദൈവരൂപത്തിലാക്കി, അല്ലെങ്കിൽ എല്ലാവരും ഇത് അനുസരിക്കത്തില്ല. ഇന്ന് എന്തുകൊണ്ട് പലരും, നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ഈ ചാത്തനുണ്ട്, എന്തുകൊണ്ട് നമ്മൾ പലതും ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ദുഷ്പ്രവർത്തികൾ ചെയ്യുന്നില്ലെന്ന്, അതിവിടുത്തെ നിയമവ്യവസ്ഥതയെ പേടിച്ചിട്ടൊന്നുമല്ല. അതിനേക്കാൾ വലിയ പേടി ദൈവത്തിലുള്ളത് കൊണ്ടാണ് പലരും ഈ ചാത്തന്റെ പ്രവൃത്തി ഇവിടെ ചെയ്യാത്തത്. കറക്റ്റ്? അതിനു വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്ന ഏറ്റവും മഹത്തായ സങ്കല്പമാണ് ദൈവസങ്കല്പം. ഇറ്റ്സ് പ്യുവർ സയൻസ്. ദാറ്റ് ഈസ് ദ ഹയർ സെൽഫ്. സോ ചാത്തൻ നമ്മുടെ ഉള്ളിൽ സംസാരിക്കുന്നുണ്ട് എന്നതിന്റെ അർത്ഥം നമ്മൾ അത് ലിസൺ ചെയ്യണമെന്നല്ല. യു ക്യാൻ റെഫ്യൂസ് ടു ലിസൺ ടു ചാത്തൻ. ലോവർ സെൽഫിനെ റെഫ്യൂസ് ചെയ്യാൻ പഠിക്കണം. അവന്റെ ശബ്ദം കേൾക്കുന്നത് നമുക്ക് കേൾക്കാതിരിക്കാൻ പറ്റില്ല. നമ്മുടെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് ഇവൻ എപ്പോഴും ഇങ്ങനെ നമ്മളോട് സംസാരിച്ചുകൊണ്ട്, നിങ്ങൾ ഇനി എത്ര വലിയ സക്സസ്ഫുൾ പേഴ്സൺ ആയിക്കോട്ടെ, നിങ്ങളുടെ ഉള്ളിൽ ഇവൻ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അവനെ ഇഗ്നോർ ചെയ്യുന്നിടത്താണ്, അവനെ റെഫ്യൂസ് ചെയ്യുന്നിടത്താണ് നമ്മളുടെ വിജയം ഇരിക്കുന്നത്. അതിനെന്ത് ചെയ്യണമെന്നറിയോ? ചാത്തന്റെ ശബ്ദം കേൾക്കുന്ന സമയത്ത് ഈ കൈ ഇങ്ങനെ പിടിച്ചേ, ഈ കൈ ലെഫ്റ്റ് ഹാൻഡ് ഇങ്ങനെ ഒന്ന് പിടിച്ചേ, ഇങ്ങനെ നീട്ടിപ്പിടി. ലെഫ്റ്റ് ഹാൻഡ് ഇങ്ങനെ ഈ കൈ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്തൊന്ന് പിടിച്ച്, ബെൻഡ് ചെയ്ത്. എപ്പം നമ്മുടെ ഉള്ളിൽ ചാത്തന്റെ ശബ്ദം കേൾക്കുന്നോ, റൈറ്റ് ഹാൻഡ് ഇങ്ങനെ ഒന്ന് പിടിച്ചേ, ഇങ്ങനെ പിടിച്ചോ, ഒരു ഒറ്റടി കൊടുക്കണം. അടിച്ചേ, നോണം, കൈക്ക് വേദനിക്കണം, വേദനിക്കുന്ന രീതിയിൽ അടി അടി അടി. എപ്പോഴൊക്കെ ചാത്തന്റെ ശബ്ദം കേൾക്കുന്നോ, കൈ വേദനിക്കുന്ന രീതിയിൽ അടിക്കണം. ഇത് ആക്ച്വലി അവന്റെ കരണത്തിട്ടടിക്കുന്നതിന് തുല്യം. ഈ അടി വേദനിക്കുമ്പോൾ നമ്മുടെ ശരീരം മുഴുവൻ ഉണരുന്നത് എന്താണ്? ഇപ്പൊ വേദനിച്ചില്ലേ, അടിച്ചേ വേദനിക്കാത്തവരെല്ലാം കൈയെടുത്ത് അടി 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 അടി. ഈ വേദന എടുത്തില്ലേ, ശരിക്കും വേദനിച്ചിരിക്കും കേട്ടോ. ഈ വേദന എടുക്കുന്ന സമയത്ത് എന്തുണ്ടാവും? നമ്മുടെ ഹയർ സെൽഫ് ഉണരും. എന്തിനാ ഇപ്പൊ എന്നെ അടിച്ചേ? ചാത്തന്റെ ശബ്ദം. അയ്യോ എടാ പൊടാ ബാ. ഇല്ലെങ്കിൽ എന്താ? അടുത്തടി കിട്ടും. ഇല്ലെങ്കിൽ എപ്പോ നിങ്ങൾ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നു അതുവരെ അടിക്കണം. നിങ്ങളെ അടിക്കണം. അടി അടി കൈയിട്, അടി വേദനിപ്പിച്ചടി. ഇന്ന് തൊട്ട് ഇതായിരിക്കണം പണി. എപ്പോഴൊക്കെ ചാത്തൻ ഉള്ളിലിരുന്ന് സംസാരിക്കുന്നതായിട്ട് തോന്നോ അപ്പ അടിക്കണം. കരണക്കുറ്റിക്കണം. എന്റെ ഉണ്ണിയേട്ട കൈ ഒടിഞ്ഞു പോയി, ചുമ്മാ. ഇതിനു വേണ്ടി ചാത്തനുണ്ടോ നിങ്ങളുടെ ഉള്ളിൽ? ചാത്തൻ പ്രവർത്തിക്കുന്നു എന്ന് കാണുമ്പോൾ, ചാത്തന്റെ ശബ്ദം കേൾക്കുന്നു എന്ന് കാണുമ്പോൾ ഈ കയ്യെ അവന്റെ മുഖമായിട്ട് കാണണം. ഇപ്പൊ ഒരു പുതിയ കളി ഇറങ്ങിയിട്ടില്ലയോ, ഇങ്ങനെ പിടിച്ചു നിർത്തിയിട്ട് ഈ മാവിന്റെ അകത്ത് കൈമുക്കിയിട്ട് കരണത്തിട്ടടിക്കുന്ന അതുപോലൊരു കളിയായിരിക്കണം നമ്മളും ചാത്തനും തമ്മിൽ. ഈ അടി അടിച്ചു നോവുമ്പോ മറ്റേ സോമൻ ചേട്ടനെ പോലെ ഒന്നുറക്കെ കരഞ്ഞിരുന്നെങ്കിൽ, അതാ സംഭവം. ഞാൻ ഉണർന്നേനെ. ആര്? എന്റെ ഹയർ സെൽഫ്. അതാ ഇവിടെ സംഭവം. ഈ അടി കിട്ടുമ്പോഴത്തെ വേദന ഉണ്ടല്ലോ, അനു ഡോക്ടറിന് ഇപ്പൊ കൈ വേദനിച്ചില്ലേ, ഡോക്ടറെ കൈ വേദനിച്ചില്ലേ, അത് തന്നെയാണ്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഉണരും ആ വേദനയിൽ നിന്ന്. നമ്മൾ ഇതൊരു സുഖമാണ്. ഈ ലോവർ സെൽഫിനെ കേട്ടോണ്ടിരിക്കുക. ഇവന്റെ പണി തന്നെ നമ്മളെ സുഖിപ്പിക്കുക എന്നുള്ളതാണ്, നമ്മളെ കംഫർട്ട്. ഈ അടി എന്താ? ആ കംഫർട്ട് സോണിന് പുറത്തേക്ക് കൊണ്ടുവരാം. സോ സ്ലാപ്പ് യുവർ ലോവർ സെൽഫ്. എന്നിട്ട് ഇതാ, നിങ്ങൾ അടിച്ചടിയൊന്നുമല്ല ഞാൻ അടിച്ചത്. ഞാൻ 3 അടി അടിച്ചു. നോക്കിക്കുക, എന്റെ കൈ ചുവന്നിരിക്കുകയാണ്. അടിച്ച് അവന്റെ പരിപ്പിളക്കണം. ദാ നോക്കിക്കേ, ഇതുപോലെ അടിക്കണം. അല്ലാതെ അവനെ എപ്പോ ഇടുന്ന് കള്ള എന്നും പറഞ്ഞല്ല അടിക്കണം. പോടം അങ്ങനെ അടിക്കണം. എന്നിട്ട് നമ്മുടെ കൈ ചോക്കണം. അങ്ങനെയാണ് ലോവർ സെൽഫിനെ ഒതുക്കേണ്ടത്. അപ്പൊ പിന്നെ ഇവൻ അറിയാം, എന്റെ ശബ്ദം കേട്ട ഇല്ല കാലൻ ഇപ്പൊ അടിക്കും. ഇതിപ്പോ ഇവന് പേടിയാ. അപ്പൊ ഇവനിങ്ങനെ പതുക്കെ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? മറ്റേ മുകേഷ് ഏട്ടനെ പോലെ കമ്പിളിപ്പൊതപ്പ്, കേൾക്കാൻ വയ്യ. കേൾക്കരുത്. കേട്ടാലും കേട്ടില്ലെന്ന് അഭിനയിക്കണം. അതാണ് ലോവർ സെൽഫിന്റെ അടുത്ത് എടുക്കേണ്ട കളി. മനസ്സിലാവുന്നുണ്ടോ? ലോവർ സെൽഫിന്റെ ഓരോ ഉപദേശങ്ങളെയും നമുക്ക് മോട്ടിവേഷനായിട്ട് കൺവേർട്ട് ചെയ്യാം. അവൻ എന്ത് ചെയ്യരുതെന്ന് പറയുന്നു അത് ചെയ്യണം.
അതിന് അവന് പേടിയാവണം. നമ്മുടെ ഉള്ളിൽ വരാൻ അവന് പേടിയായിരിക്കും. കാരണം അവൻ വന്നാൽ അവനെ അടിക്കുമെന്ന് അവന് ഫീൽ ചെയ്യണം. പിടിച്ചേ, എടുത്തേ, കൈ ചുമക്കണം, അടിച്ചേ, അടി 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 അങ്ങോട്ട്. എന്നിട്ട് ഈ കൈ താണ്ടേ നോക്കിക്കേ, അതുകൂട്ട് വേദനിക്കണം, അതുപോലെ വേദനിക്കണം. അത്ര പവർഫുൾ ആണ് നിങ്ങളുടെ ഉള്ളിലെ ചാത്തൻ. ഇതാണ് സിനിമകളിലൊക്കെ കാണിക്കുന്ന നമ്മുടെ തിലകൻ ചേട്ടനൊക്കെ ഈ ചൂരലും എടുത്തോണ്ട് പാലയ്ക്ക് പോവോ, എന്തോ പാലായി കയറോ, എന്തോ ഏതാണ്ടൊന്ന് ചോദിക്കത്തില്ലയോ, വിട്ടുപോവോ ഈശ്വര എന്നും പറഞ്ഞിട്ട് അടിക്കത്തില്ലേ. നമ്മുടെ നാഗവല്ലിയെ, ശോഭന ചേച്ചിയൊക്കെ അടിക്കുന്നത് കണ്ടിട്ടില്ലേ? എന്താ സംഭവം? ആ അടിയിൽ വേദനയിൽ വരുമ്പോ ഇവരുടെ ലോവർ സെൽഫ് പിടിമാറിയിട്ട് ഹയർ സെൽഫിലേക്ക് വരും. അതിനാണ് അടിക്കുന്നത്. ആ ശരീരത്തിന് വേദനിക്കുമ്പോ അതുപോലെ ആയിരിക്കണം ഈ കയ്യിൽ അടിക്കുന്ന അടി. Are you with me? എപ്പോഴൊക്കെ ഇവൻ നമ്മുടെ ഉള്ളിൽ സംസാരിച്ചാലും കരണക്കുറ്റി നോക്കി ഒരു അടി കൊടുത്തേക്കണം. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവൻ പതുക്കെ നമ്മളെ അടിമയായി മാറും. ഇവന് പേടിയാ പിന്നെ നമ്മുടെ അടുത്ത് കളിക്കുക. അങ്ങനെ ഒറ്റയടിക്ക്, ഞാൻ പറഞ്ഞല്ലോ, വർഷങ്ങൾ എടുത്താണ് ഇവൻ നമ്മുടെ ഉള്ളിൽ വളർന്നിരിക്കുന്നത്. ഒരു ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഇവനെ ഇല്ലാതാക്കാൻ പറ്റില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് യു ക്യാൻ റെഡ്യൂസ് ഇൻഫ്ലുവൻസ് ഓഫ് ലോവർ സെൽഫ് ഇൻ അസ്. അങ്ങനെ അവന്റെ ഇൻഫ്ലുവൻസ് കുറച്ച് കൊണ്ടുവന്ന് മാത്രമേ ഇവനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റൂ. ലോവർ സെൽഫിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, റെഡ്യൂസ് ഇൻഫ്ലുവൻസ് ഓഫ് ലോവർ സെൽഫ് ഇൻ അസ്. എന്നിട്ട് നമ്മൾ ഉറപ്പുവരുത്തണം നമ്മുടെ ഉള്ളിലെ ശബ്ദം, ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്ന ലോവർ സെൽഫാണ് ഉറക്കെ കേൾക്കുന്ന ശബ്ദം. പതുക്കെ ഇവനെ കൺട്രോളിലേക്ക് കൊണ്ടുവരുമ്പോൾ ഹയർ സെൽഫിന്റെ ശബ്ദമായിരിക്കും നമ്മുടെ ഉള്ളിൽ ഉറക്കെ കേൾക്കുന്നത്. അങ്ങനെ ലോവർ സെൽഫിന്റെ ഇൻഫ്ലുവൻസ് കുറച്ച് കൊണ്ടുവരണം. അങ്ങനെ ഇവരെ ക്വയറ്റാക്കി വെക്കണം. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഈ ഭീരുണ്ട്, ഈ റിബലുണ്ട്, ഈ പറഞ്ഞ ചാരനുണ്ട്, ഈ ഒളിച്ചോടാൻ പേടിപ്പിക്കുന്ന ആ സംശയാലുണ്ട്. ഇവനെ ക്വയറ്റാക്കി വെക്കാൻ പഠിക്കണം. കീപ് ഇറ്റ് ക്വയറ്റ്. നമ്മുടെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു പാറ്റേൺ ഉണ്ടല്ലോ, ഇപ്പം നടന്നുകൊണ്ട് പർപ്പസ്ഫുൾ ആയിട്ട് നമ്മൾ അത് ആദ്യം ബ്രേക്ക് ചെയ്യണം. യു ഹാവ് ടു ബ്രേക്ക് ദ എക്സിസ്റ്റിംഗ് പാറ്റേൺ. ആ എക്സിസ്റ്റിംഗ് പാറ്റേണിനെ ബ്രേക്ക് ചെയ്തിട്ട് നമ്മളുടെ ബ്രെയിൻ്റെ അകത്ത് നമുക്കൊരു പുതിയ വയറിംഗ് സിസ്റ്റം തന്നെ കൊണ്ടുവരാൻ പറ്റണം. ഈ വയറിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് തന്നെ ഇത് തമ്മിൽ കണക്റ്റഡ് ആണ്. ഈ ന്യൂറോൺസ് പുതിയൊരു ന്യൂറോ പാത്ത് സൃഷ്ടിക്കാൻ പറ്റണം. ആ ന്യൂറോ പാത്തിനെ ഗൈഡ് ചെയ്യുന്നത് നമ്മുടെ ഹയർ സെൽഫ് ആയിരിക്കണം. നിലവിലെ നമ്മുടെ ന്യൂറോപാത്ത് വയറിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് പലതും ലോവർ സെൽഫുമായി കണക്റ്റഡ് ആണ്. അതിനെ കട്ട് ചെയ്തിട്ട് പുതിയൊരു പാറ്റേൺ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരാൻ പറ്റണം. ആ പാറ്റേണിൽ ചിന്തിക്കാൻ നമുക്ക് പറ്റണം. ആ പാറ്റേണിൽ പ്രവർത്തിക്കാൻ നമുക്ക് പറ്റണം. Are you with me? So purposefully break the pattern of lower self inside you. We can make a new wiring, neuropath inside our brain. Actually, നമ്മൾ ഈ കഴിഞ്ഞ 4-5 ക്ലാസ്സുകളിലായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ന്യൂറോ സർജറിയാണ്. നിങ്ങളുടെ ഒരു ബ്രെയിൻ സർജറിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർജറിയാണ് ബ്രെയിൻ സർജറി. അതാണ് നമ്മളുടെ ഉള്ളിൽ, നമ്മളുടെ ബ്രെയിൻ്റെ അകത്ത് തന്നെ ഈ സർജറി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? സോ ഇന്നു മുതൽ ഒറ്റ കാര്യമുള്ളൂ, എപ്പോഴൊക്കെ നിങ്ങളുടെ ഉള്ളിൽ ചാത്തൻ സംസാരിക്കുന്നു എന്ന് തോന്നുന്നു, എന്ത് ചെയ്യും കാണിച്ച് എന്ത് ചെയ്യും? അട്ടി. എൻ്റെ ദൈവം, എൻ്റെ ഉള്ളിൽ അത്രയും ചാത്തനൊന്നും ഇല്ലാത്തോണ്ടായിരിക്കും ഭയങ്കര വേദന എനിക്ക്. ഒന്നാമത് ഇവിടെ നല്ല തണുപ്പാണ്, അയ്യോ അതുകൊണ്ടായിരിക്കും ഭയങ്കര വേദന. കൈയൊക്കെ ചുവന്ന് ഇനി വയ്യ അടിക്കാൻ. അതുകൊണ്ട് ബാക്കി അടി തിങ്കളാഴ്ച രാവിലെ 6:30 ഇവിടെ വേണം. കാരണം ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഹയർ സെൽഫ് എങ്ങനെ നമ്മളുടെ ബിസിനസിന്റെ വിജയത്തിന്, നമ്മുടെ സെയിൽസിന്റെ വിജയത്തിന്, നമ്മുടെ റവന്യൂ കൂട്ടാൻ, പ്രോഫിറ്റ് കൂട്ടാൻ ഈ ഹയർ സെൽഫിനെ എങ്ങനെ ഉപയോഗിക്കാം എന്ന് പഠിക്കാൻ തിങ്കളാഴ്ച രാവിലെ 6:30. താങ്ക് യു, ടേക്ക് കെയർ, ബൈ. പിന്നെ എപ്പോഴൊക്കെ കൈക്ക് അടിക്കുന്നോ, കൈ ചുവക്കുന്നോ, അപ്പൊ ഒരു ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കണം. ആ ചാത്തനെ ഞാൻ അടിച്ചൊതുക്കിയെന്ന് ഇടുവല്ലോ. ഇന്ന് എത്ര പോസ്റ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇടാം, അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഇടാം. പക്ഷെ ഇടുന്നതെല്ലാം എന്തായിരിക്കണം? ചാത്തനിട്ട് കൊടുത്തിരിക്കുന്ന അടിയുടെ പ്രൂഫ് ആയിരിക്കണം. ഓക്കെ ആണേ? ഓക്കെ. അപ്പോ തിങ്കളാഴ്ച. താങ്ക് യു.